നമസ്കാരം, സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പശ്ചാത്തലത്തിൽ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടിയോട് സംസാരിക്കുകയാണ് മീഡിയ വൺ. സ്വാഗതം എല്ലാവർക്കും. നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പ് പൊതുവിൽ വിചാരിക്കപ്പെട്ടതിനേക്കാൾ വലിയൊരു വിജയം UDFന് സമ്മാനിച്ചിട്ടുണ്ട്. അതിന് UDF കാണുന്ന പല കാരണങ്ങളുണ്ടാവാം. ഒന്ന്, സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ള ഭരണപരമായ നയങ്ങളുമായി ബന്ധപ്പെട്ടത്, സർക്കാരിൻ്റെ പലതരത്തിലുള്ള സമീപനങ്ങളുള്ള വിയോജിപ്പൊക്കെ ഉണ്ടാവും. അതിനപ്പുറം വളരെ ഒരു കീ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഫാക്ടർ ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചു എന്ന് UDF കാണുന്നുണ്ടെങ്കിൽ അതെന്താണ്? പൊളിറ്റിക്കൽ ഫാക്ടർ തന്നെയാണ്. കാരണം വെച്ചാൽ 10 വർഷമായി ഭരിക്കുന്ന ഈ ഗവൺമെൻറ്റിനെ ജനങ്ങൾക്ക് മടുത്തു. അത് തന്നെയാണ് കാരണം. വല്ലാത്ത മടുപ്പ് ഈ ഗവൺമെൻറ്റിനോടുണ്ട്. അതിനി മാറ്റാൻ കഴിയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് അതാണെങ്കിൽ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലും പെട്ടെന്നുള്ള ഒരു വിഷയം കൊണ്ടും അത് മാറാൻ പോകുന്നില്ല. മടുത്തു. കണ്ട് ഇവരെ ചെയ്തികൾ കണ്ട് മടുത്തു. അതാണ് വിഷയം. എന്ത് ചോദിച്ചാലും പണമില്ല എന്ന് പറയും. സാമ്പത്തിക ശേഷിയില്ല. ആശാവർക്കർമാരുടെ സമരം അവിടെ കണ്ടില്ല. ഒരു കേരളത്തിലല്ലാത്ത എല്ലാ സ്റ്റേറ്റിലും ഇതുപോലുള്ള പ്രശ്നം ഉണ്ടായപ്പോൾ എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ കൊടുത്ത് അത്തരം സമരം അവസാനിപ്പിക്കുക ചെയ്തു. ഒരു ലോ വരുമാനക്കാരല്ലേ എന്നുള്ളൊരു അനുഭാവം കാണിച്ചു. അപ്പോൾ ഈ ഗവൺമെൻറ്റിന് പണമില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ പണം കണ്ടെത്താൻ അവർക്ക് കഴിയുന്നില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടിലാക്കി സംസ്ഥാനത്തെ. അതും അവരുടെ ചെയ്തികളാണ്. അതൊരു ഫാക്റ്റാണ്. പക്ഷേ ഇത്രയും പാവപ്പെട്ട ആളുകളോട് പോലും ഒരു അനുഭാവം കാണിക്കാൻ കഴിയാത്ത വിധം അവർ പൊളിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ഭരണപരാജയം തന്നെയാണത്. അങ്ങനെ ഒരു ഗവൺമെൻറ്റിനും കേരളത്തിന് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഇത്ര സാമ്പത്തിക പ്രയാസം ഉണ്ടായില്ലല്ലോ. അപ്പോൾ ഒന്നും ചെയ്യാത്ത ഒരു ഗവൺമെൻറ്റിനോട് ജനങ്ങൾക്കുണ്ടാകുന്ന കടുത്ത ഒരു മടുപ്പുണ്ടല്ലോ. ഈ അവരെന്ത് പ്രോമിസ് ചെയ്തിട്ടും കാര്യമില്ല. ആ മടുപ്പാണ് പ്രധാന കാരണം. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി അല്ലെങ്കിൽ സർക്കാരിന്റെ ആ തരത്തിലുള്ള ഭരണപരമായ പ്രശ്നങ്ങൾ എന്നൊക്കെ ഞാൻ ചോദിക്കുന്നതിന് അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ആശാ വർക്കർമാരുടെ സമരം ഒരു ന്യൂനപക്ഷ ഒരു ഗ്രൂപ്പിനെ ബാധിക്കുന്ന വിഷയമാണ് എന്ന് കാണാം. അല്ലെങ്കിൽ തന്നെ പണമില്ലാത്തതിന്റെ പ്രശ്നം സർക്കാർ വലുതായി കാണിച്ചു. അതായത് ഇപ്പം ഈ ക്ഷേമ പെൻഷനൊക്കെ അവസാനം വർദ്ധിപ്പിക്കുന്ന നിലയാണ് ഉണ്ടായത്. അതിനപ്പുറം ആളുകളെ മൊത്തം മാസിനെ സ്വാധീനിക്കാൻ കഴിയുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒരു സമീപന പ്രശ്നമാണോ ഒരു കൊടുങ്കാറ്റായി അടിച്ചത്? അതിൽ തന്നെ CPIM എന്ന് പറയുന്ന റൂളിംഗ് പാർട്ടി എടുത്തിട്ടുള്ള പൊളിറ്റിക്കൽ സ്ട്രാറ്റജീസ് ഏതെങ്കിലുമൊക്കെ ഭയങ്കരമായി കൗണ്ടർ പ്രൊഡക്റ്റീവായോ? എന്താണ് ലീഗ് വിലയിരുത്തുന്നത്? അല്ലാതെ കൂനിന്മേൽ കുരു എന്ന പോലെ ബ്ലണ്ടേഴ്സ് ഒരുപാട് ഉണ്ട്. അതിൻ്റെ കൂടെ ഈ പറഞ്ഞതുപോലെ ഒരുപാട് അലിഗേഷൻസ് ഉണ്ട്. അതുപോലെ ഈ ആശാവർക്കർമാരുടെ ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം മാത്രമാണ്. ഒന്നും നടക്കുന്നില്ല. പിന്നെ ക്ഷേമ പെൻഷൻ കൊടുക്കുക. എവിടെ കൊടുത്തു? 10 വർഷമായിട്ട് കൊടുത്തിട്ടില്ല. 10 വർഷം കഴിഞ്ഞ് പോവാൻ നേരത്ത് മാനിഫെസ്റ്റോ ഇറക്കിയിരിക്കുകയാണ്. അത് ഞങ്ങൾക്കും കഴിയില്ലേ? അവർ 2000 പറഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് 2500 പറയാം. എന്താ പ്രശ്നം? കാരണം പോവാൻ നേരത്ത് കൊടുക്കുമെന്ന് പറഞ്ഞത് മാനിഫെസ്റ്റോ ആണ്. ഇനി വരാൻ പോകുന്ന ഗവൺമെൻറ് കൊടുക്കുന്ന പറഞ്ഞു. 10 വർഷം കൊടുക്കാത്തവരാണോ ഇനി കൊടുക്കുക എന്നുള്ള ചോദ്യം വരുമല്ലോ. പിന്നെ മാക്സിമം ചെയ്യാവുന്ന എന്താ വെച്ചാൽ ഇലക്ഷൻ നോട്ടിഫിക്കേഷന് തൊട്ട് മുമ്പ് ഒരു ഗഡു കൊടുക്കാം. അത് പറ്റിപ്പാണെന്നുള്ളത് ജനങ്ങൾക്കറിയാം. ഞങ്ങൾ മാനിഫെസ്റ്റോ ഉണ്ടാക്കാൻ പോകുന്നേ ഉള്ളൂ. വെൽഫെയർ മെഷേഴ്സ് ഇതിനേക്കാൾ ബെറ്ററായിട്ട് ചെയ്യാം. ഞങ്ങൾ പ്രോമിസ് ചെയ്യുകയും ചെയ്യും. അതൊന്നും വെച്ച് അടുത്ത അസംബ്ലി ഇലക്ഷനിൽ ആരും ചീറ്റ് ചെയ്യാൻ കഴിയില്ല. ഒരുപാട് പ്രധാന ഇഷ്യൂയാണ് ഞാൻ പറഞ്ഞത്. ഭരണം ജനങ്ങൾക്ക് മടുത്തു എന്നുള്ളത്. പക്ഷെ അതിൻ്റെ മുകളിൽ കൂനിന്മേൽ കുരു എന്ന പോലെ ഇപ്പോൾ ഈ പറഞ്ഞു വന്ന ശബരിമലയുണ്ട്. അതുപോലെ തന്നെ ഒരു സമീപനമുണ്ട്, ആരോപണങ്ങളുണ്ട്, അതിൽ അതുപോലെ സാമ്പത്തിക ക്രമക്കേടുകളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ മേലെ വന്നിട്ടുണ്ട്. ഞാൻ ആ ചോദ്യത്തെ കുറച്ച് സ്പെസിഫിക് ആക്കുകയാണ്. ഇപ്പം സർക്കാരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും സ്വാഭാവികമായി വരുന്ന ശബരിമല അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ, അങ്ങനെ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധി ഒക്കെ ഉന്നയിക്കാം. അതിനപ്പുറം ഇപ്പം മുസ്ലിം ലീഗിനെ കുറിച്ചാണ് എൻ്റെ ചോദ്യം. മുസ്ലിം ലീഗിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസീസ് എടുത്തു നോക്കിയാൽ നിങ്ങളുടെ സ്വാധീന മേഖലകളിൽ വലിയ തോതിലുള്ള ഒരു സ്വീപ്പ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ മുസ്ലിം മൈനോറിറ്റി എടുത്തിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ അതിൽ വളരെ വിസിബിൾ ആണ്. അതിൻ്റെ ഒരു മേജർ റീസണെ കുറിച്ച് ഞാൻ ചോദിക്കുന്നത്, സർക്കാർ സ്വീകരിച്ചിട്ടുള്ള ഒരു സമീപനം വലിയ തോതിൽ മുസ്ലിം മൈനോറിറ്റിയെ ലെഫ്റ്റിൽ നിന്ന് അകറ്റുന്നുണ്ടോ? എങ്കിൽ അതിനകത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഒരു കീ ഫാക്ടർ എന്തായിരുന്നു തുടക്കം മുതൽ ചോദിച്ചു വരുന്നത്? അല്ല, അത് ഈ പ്രധാനമായിട്ട് ഗവൺമെൻറ് മടുത്തു എന്ന് ഞാൻ പറഞ്ഞത് മറ്റു വിഷയങ്ങളുടെ പ്രാധാന്യം കുറച്ച് കാണാനല്ല. ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ അവരെടുക്കുന്ന സമീപനം ജനങ്ങൾക്ക് എത്രമാത്രം ഒരു വിശ്വാസക്കുറവ് അവരെ പറ്റി വരുത്തി എന്നുള്ളത്.
ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ വയ്യാത്ത വിധമുള്ള വർഗീയ കാർഡ് കളിയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാർഡ് കളിയിൽ കാർഡ് മാറ്റി മാറ്റി കളിക്കും എന്ന് പറഞ്ഞതുപോലെ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ കമ്മ്യൂണൽ കാർഡ്, വർഗീയ കാർഡ് മാറ്റി മാറ്റി കളിക്കുക എന്ന് പറഞ്ഞത് അവരുടെ വിശ്വാസ്യത തീർത്തും തകർത്തു. ഇപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് BJP-യോടാണ് മെയിൻ ഫൈറ്റ് എന്നുള്ളത് കൊണ്ടാവുന്നത്ര ഉച്ചത്തിൽ അവർ ന്യൂനപക്ഷ വർഗീയതയെക്കുറിച്ച് പറഞ്ഞു നോക്കി. ന്യൂനപക്ഷ വർഗീയത പറഞ്ഞ് അങ്ങനെ അതിന് വിവിധ മുസ്ലിം സംഘടനകളിൽ അവർക്ക് വലിയ ആഭിമുഖ്യമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ നോക്കി. എന്നിട്ടും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അവരെ വിശ്വസിച്ചില്ല. കാരണം അവിടെ വേണ്ടത് കോൺഗ്രസ്സാണ്. BJP-യെ പ്രധാനമായിട്ട് വെയിറ്റ് ചെയ്യാൻ കോൺഗ്രസിനെ പറ്റുള്ളൂ എന്നുള്ള ഫാക്ടർ എല്ലാവർക്കും അറിയാം. ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവർ ഭൂരിപക്ഷ വർഗീയത കഴിയുന്നത്ര ഊർപ്പിച്ച് വിടാൻ നോക്കി ഒരു വലിയ ശ്രമം നടത്തി നോക്കി. വളരെ താഴോട്ട് പോയി, താഴ്ന്ന നിലയിലായി. ആ ഒരു കാർഡ് കളി, ഭൂരിപക്ഷ വർഗീയ കാർഡ് കളി, അത് ചില വ്യക്തികളെ കൊണ്ടൊക്കെ പച്ച വർഗീയത വിളമ്പിക്കുക, അതുപോലെ തന്നെ ചില സംഘടനകളൊക്കെ പ്രത്യേകം നെയിം ചെയ്തുകൊണ്ട് മുസ്ലിം വർഗീയത പറയാം, ഇസ്ലാമോഫോബിയ കൊണ്ട് രക്ഷപ്പെടും എന്ന് തോന്നിയവർക്ക്. ഈ ചില സംഘടനകളെ നെയിം ചെയ്ത് പറയാന്ന് വെക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയാണ് ഏറ്റവും ഉയർന്നു കേൾക്കപ്പെട്ട ഒരു പേര്. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് നിരന്തരമായി സംസാരിക്കുക സത്യത്തിൽ ഒരു സംഘടനയെ ചാരിക്കൊണ്ട് ഇസ്ലാമോഫോബിയ ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് എന്നാണോ ലീഗ് മനസ്സിലാക്കിയത്? അത് വളരെ ഗ്ലാരിംഗ് ആയിരുന്നു. ഒരു സംഘടനയെ ചാരിക്കൊണ്ട് ഇസ്ലാമോഫോബിയ എന്ന കാർഡ് വെച്ച് ഈ തവണ പഞ്ചായത്ത് ഇലക്ഷൻ കടക്കാം എന്നാണ് അവർ കരുതിയത്. ഇത് അവർ കാലാകാലങ്ങളിൽ ഉപയോഗിച്ച് നോക്കുന്ന ഒരു തന്ത്രം തന്നെയാണ്. സദ്ദാം ഹുസൈൻ എന്നൊക്കെ പറഞ്ഞതുപോലെ മൈനോറിറ്റി കാർഡ്, അതുപോലെ തന്നെ വേറൊരു സമയത്ത് വരുമ്പോൾ ഞങ്ങളുടെ പേരൊക്കെ പറഞ്ഞിട്ട് മറ്റേ ഹസൻ മീർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭൂരിപക്ഷ കാർഡ്, ഇതൊക്കെ അവർ കാലാകാലങ്ങളിൽ കളിക്കുന്നതിന്. പക്ഷെ അതിൻ്റെ ഒരു കാലം കഴിഞ്ഞു. ജനങ്ങൾക്ക് കുറച്ചുകൂടി അവബോധം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ പച്ച വർഗീയത ഒരു സംഘടനയെ ചാരിക്കൊണ്ട് അവർ സത്യത്തിൽ നടത്തിയത് ആഗോള തലത്തിലുള്ള ഒരു ഇസ്ലാമോഫോബിയ കേരളത്തിലൊന്ന് പ്രയോഗിച്ച് നോക്കാനാണ് അവർ ശ്രമിച്ചത്. അത് വെച്ചാൽ ലാഭം കിട്ടുന്നവർക്ക് തോന്നി. വിവിധ കമ്മ്യൂണിറ്റീസ് അതിൻ്റെ ആ ചൂണ്ടയിൽ കൊത്തും എന്നാണ് അവർക്ക് തോന്നിയത്. പക്ഷേ മധ്യ തിരുവിതാംകൂർ ഉൾപ്പെടെ പല വിവിധ സമുദായങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിലൊക്കെ ജനങ്ങൾ അവരുടെ ഈ കളി മനസ്സിലാക്കിയിട്ട് BJP എന്ന പോലെ അവരെയും ഒരു മൂലയിലിരുത്തി. ഇതിനകത്ത് ഇപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിയെ മാത്രമായി ആക്ഷേപിച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അകത്ത് നിൽക്കാത്ത മറ്റ് സംഘടനകളുടെ പൂർണ്ണമായ പിന്തുണ കിട്ടുമെന്ന് CPM കണക്കൂട്ടി നോക്കിയിട്ടുണ്ടോ? ഈ ജമാഅത്തെ ഇസ്ലാമി ഫാക്ടർ സത്യത്തിൽ എങ്ങനെയാണ് പ്രവർത്തിച്ചുള്ളത്? ഇപ്പോൾ അതിന് ശേഷവും CPM ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചാണ്. സത്യത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഫാക്ടർ എങ്ങനെയാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ സ്ട്രോങ് ഹോൾഡ് ഏരിയാസിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളത്? സമുദായം എന്ന് പറയുന്നത് മുസ്ലിം സമുദായം അതിനെ ഒരു അകറ്റി നിർത്തുമെന്ന് CPM വിചാരിച്ചു. അങ്ങനെ ഉണ്ടായില്ലെന്നാണോ? അല്ല, ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി പറയുന്നത് ആരാണ്? ഇടതുപക്ഷമാണ്. ജമാഅത്തെ ഇസ്ലാമിയായിട്ട് പരസ്യമായി സഖ്യം സ്ഥാപിച്ച് വേദി പങ്കിട്ട് കൊടിയും ബാനറും പ്രകടനവും മീറ്റിങ്ങും ഒക്കെ ആയിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു പാർട്ടി LDF-ൽ എടുത്തിട്ടില്ല എന്നേ ഉള്ളൂ. വേറെ എല്ലാ നിലയിലും പ്ലാറ്റ്ഫോം ഷെയർ ചെയ്തിരുന്ന ഒരു പാർട്ടി ഇലക്ഷൻ കൂട്ടുകെട്ടുണ്ടാക്കി ഭരണത്തിൽ വന്നപ്പോൾ അവർക്ക് ഔദ്യോഗിക കമ്മിറ്റിയിലും മറ്റുമൊക്കെ പ്രാതിനിധ്യം കൊടുത്തിരുന്ന, പ്രതിനിധികൾക്ക് പ്രാതിനിധ്യം കൊടുത്തിരുന്ന ഒരു പാർട്ടി. ആ മുന്നണി ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ജമാഅത്തെ ഇസ്ലാമി അങ്ങനെയാണ് വലിയ അപകടമാണെന്ന് വിളിച്ച് പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നുണ്ടോ? അത് മാത്രം വെച്ചിട്ട് ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ അവർ നോക്കിയപ്പോൾ അത് കഴിഞ്ഞില്ല, ഇനിയോട്ട് കഴിയില്ല, അത് വർക്ക് ചെയ്യില്ല. ജമാഅത്തെ ഇസ്ലാമിയോട് മറ്റ് മതസംഘടനകൾക്ക് ആശയപരമായ വിയോജിപ്പുണ്ട്. അതുകൊണ്ടാണല്ലോ പല സംഘടനകളും ഉണ്ടായിരിക്കുന്നത്. ആ ഒരു പൊളിറ്റിക്കൽ സ്പ്ലിറ്റ് ഇപ്പോൾ ഇല്ല എന്നുണ്ടോ? അല്ല, അങ്ങനെയല്ല. ജമാഅത്തെ ഇസ്ലാമിയോട് ആശയപരമായ വിയോജിപ്പൊക്കെ മറ്റ് സംഘടനകൾക്കുണ്ട്. പക്ഷേ രാജ്യത്തെ പൊതു താല്പര്യം വരുമ്പോൾ ആരൊക്കെ ഏതൊക്കെ ചേരിയിൽ വരുന്നു എന്ന് നോക്കാൻ കഴിയില്ല എന്നുള്ള അടിസ്ഥാനപരമായ ഒരു ബുദ്ധി എല്ലാ സംഘടനകൾക്കും ഉണ്ട്. ആ ബുദ്ധിശക്തിയാണ് ഇവർ ടെസ്റ്റ് ചെയ്തത്. അങ്ങനെ മനുഷ്യൻ്റെ ഒരു ബുദ്ധിശക്തിയെ വെല്ലുവിളിച്ചാൽ പറ്റുമോ എന്ന് പറഞ്ഞ പോലെ സംഘടനകൾക്കും അവരുടെ സമീപനം ഉണ്ടെന്ന് വിചാരിച്ച് ഒരു രാജ്യത്തിൻ്റെ ഒരു പൊതുപ്രശ്നം വരുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയോ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയോ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോ അവരൊരു സമീപനം എടുത്തു എന്ന് വിചാരിച്ചാൽ അത് അവരെ ബാധിക്കുന്നില്ലല്ലോ. ആ ഒരു പിന്തുണ കൊടുക്കുന്നവർക്ക് മറ്റൊരു പിന്തുണ കൊടുക്കാൻ പാടില്ല എന്ന് ആർക്കെങ്കിലും കണ്ടീഷൻ പറയാൻ പറ്റുമോ? അതുമാത്രമല്ല, അത് പറയുന്നത് ആരാ? അവരെ ഇത്ര കാലം കൂടെ കൂട്ടി കൊണ്ട് നടന്ന LDF.
ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ എപ്പോഴും ആക്ഷേപിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ പങ്കാളിത്തം, ലീഗും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു, ലീഗിന് ഡ്രൈവ് ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ എക്സ്ട്രീമിസ്റ്റ് ആശയമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു കൺസോളിഡേഷന് സർക്കാർ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാനുണ്ടായത്. സത്യത്തിൽ അതിന്റെ ഒരു സാധ്യത നമ്മൾ നിലമ്പൂരിൽ കണ്ടു. നിലമ്പൂരിൽ അതിന്റെ പരമാവധിയിൽ പോയി, പക്ഷേ UDF ജയിക്കാനുണ്ടായത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിന്റെ പരമാവധിയിൽ പോയി UDF ജയിക്കാനുണ്ടായത്. അപ്പം UDFന്റെ ആ അറപ്പം കൊണ്ട് മാറിയോ? ഞങ്ങൾ ഈ ആക്ഷേപം കേട്ടാൽ അതുകൊണ്ട് ഞങ്ങൾ തോറ്റുപോവില്ല, ഞങ്ങൾ അതിനെ മറികടക്കുന്ന ഒരു കോൺഫിഡൻസ് വന്നു, ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി ഞങ്ങളെ പിന്തുണച്ചു, അല്ല അവർ ഞങ്ങൾക്ക് വോട്ട് തന്നു, അല്ലെങ്കിൽ അവർ ഞങ്ങളും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരുമിച്ചിരുന്നു എന്നത് ഞങ്ങളെ തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വന്നോ? അല്ല, അത് സാമാന്യ കോമൺ സെൻസിനെ വെല്ലുവിളിക്കുന്ന പ്രചരണങ്ങൾ നടത്തിയ അത് ജനങ്ങളിടയിൽ വിലപ്പോവില്ല എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് ഉണ്ടാക്കിയ ഇസ്ലാമോഫോബിയ ലക്ഷ്യം വെച്ച് നടത്തിയ ആ പ്രചാരണം ഉണ്ടാക്കിയത് ടോട്ടൽ മൈനോറിറ്റി കൺസോൾട്ടേഷനാണ്. അവർക്ക് എതിർപ്പാണ് ഉണ്ടായത്. കാരണം അതുപോലെ തന്നെ ഭൂരിപക്ഷ സമുദായം എന്ത് മനസ്സിലാക്കി, പച്ച വർഗീയത പറയുമ്പോൾ ഇത് നമുക്ക് ആപത്താണ്. കേരളത്തിൽ ഇങ്ങനെ ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായും പരസ്യമായി സംസാരിക്കുന്നവർ പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയല്ലാന്ന് ഭൂരിപക്ഷ സമുദായത്തിലും തോന്നി. കാരണം അതുകൊണ്ടല്ലേ ഇപ്പോൾ ഞാൻ വ്യക്തികളെ പേര് പറയുന്നില്ല, പറയേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പം അതിൻ്റെ പര്യായമായി മാറിയിട്ടുണ്ട് ചില വ്യക്തികൾ, വർഗീയതയുടെ പര്യായമായി മാറിയിട്ടുണ്ട്. അങ്ങനെ വാ തുറന്നാൽ വർഗീയതയെ പറയുള്ളൂ. അത് ഒരു സമുദായത്തിന് നേരെയല്ല, തരാതരം ഏത് ഘട്ടത്തിൽ ആരെയാണ് പറയേണ്ടത് വെച്ചാൽ പറഞ്ഞോളൂ. അങ്ങനെയുള്ള വർഗീയത പറയുന്ന ആളുകളെ ഒന്നും ആരും പ്രോത്സാഹിപ്പിക്കാൻ പോകുന്നില്ല. ചിലപ്പോൾ ചില മതവിഭാഗങ്ങൾക്കെതിരാവും വർഗീയത പറയുന്നത്, ചിലപ്പോൾ ജാതീയമായി പറയും. അത് ഇവരുടെയൊക്കെ ഒരു സൂക്കടാണ്. അവരുടെ ഒരു മാനസികാവസ്ഥയാണത്. ആ മാനസികാവസ്ഥയെ പൊതുവെ മലയാളി അംഗീകരിക്കുന്നില്ല. അത് മനസ്സിലാവാത്തവരാണ് ഇവർ. CPM ആ ഒരു അധപ്പതനത്തിലേക്ക് പോയതിലാണ് സങ്കടം. ഇപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം പറഞ്ഞ് നടന്നവരിപ്പോൾ പാട്ടിനെതിരെ പറയുന്നത് കണ്ടില്ലേ? അപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കാളും ഇപ്പോൾ പാട്ടാണ് അല്ല ഇപ്പോൾ വർഗീയതയാണ് അവർക്ക് വലുത്, കമ്മ്യൂണൽ കാർഡാണ് വലുത്. വലിയ അധപ്പതനത്തിലേക്ക് പോയി കഴിഞ്ഞു. കാരണം നമ്മളിനി കമ്മ്യൂണിസം കൊണ്ട് നടന്നിട്ട് കാര്യമില്ല, നമ്മളും BJPയുടെ മാതിരി വർത്തമാനം പറയണം എന്ന സ്ഥിതിയിൽ അവരെത്തിയിരുന്നു. അതിനെന്തിനാ അവർ പാർട്ടി BJP അവർ ഒക്കെ ഒരേപോലെ ആയി കഴിഞ്ഞാൽ ആ സ്ഥിതിയിലെത്തി. അല്ലെങ്കിൽ ഈ പാട്ടിൻ്റെ കാര്യമൊക്കെ സാധാരണക്കാർ പോലും എല്ലാവരും ഉരുവിട്ട് പോകുന്ന എത്ര പാട്ടുകളുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ ഉരുവിട്ടുന്ന എത്ര പാട്ടുകൾ ഞങ്ങൾക്കെതിരായിട്ടുള്ള നല്ല അസൽ പാരഡികൾ. അതിനൊക്കെ കേസെടുക്കാൻ പോവാ. എന്തൊരു അധപ്പതനാണ് ഒന്ന് ആലോചിച്ച്. ഞാൻ ഈ ചോദിക്കുന്ന അവസാന ചോദ്യമാണ്. അതായത് ഈ മുസ്ലിം ലീഗ് വർഗീയമാണെന്ന് വരെ ഒരു ഘട്ടത്തിൽ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് UDFനെ ആകമാനം ഒരു കളർ ചെയ്താൽ ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സ്ട്രാറ്റജിയാണ് കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളായി ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ ഒരു ഫ്യൂസ് പോയി കഴിഞ്ഞിരിക്കുന്നു. ആ സ്ട്രാറ്റജി ഇനി വർക്കാവില്ല എന്ന കോൺഫിഡൻസ് നിങ്ങൾക്ക് വന്നോ? നിങ്ങൾ ഈ വിഷയത്തിൽ പൊതുവെ സംസാരിക്കാൻ എനിക്ക് തോന്നുന്നു ലീഗ് കുറച്ച് പ്രയാസപ്പെട്ടിരുന്നു. കാരണം ഇതൊരു കമ്മ്യൂണൽ സ്വഭാവമുള്ള മതവർഗീയ സ്വഭാവമുള്ള വിഷയമാണ്. ലീഗിന് കുറച്ചൊരു കോൺഫിഡൻസ് വന്നോ? നല്ല കോൺഫിഡൻസ് വന്നു. ഇവർ എത്ര വലിയ വർഗീയത പറഞ്ഞാലും ശരി ഞങ്ങളെ ബാധിക്കൂല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എനിക്ക് ആന്റണി വന്ന് തിരുവങ്ങാടി മത്സരിച്ച പോലെ ഞാൻ പോയി കോട്ടയത്ത് നിന്ന് ജയിക്കുന്ന എനിക്ക് തോന്നുന്നത്. ഒരു പ്രോബ്ലവും കേരളത്തിലില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പോൾ വർഗീയത പറഞ്ഞിട്ട് ഞങ്ങളെ മൂലക്കിരുത്താൻ കഴിയില്ല. കാരണം വർഗീയതയോട് കോംപ്രമൈസ് ചെയ്യാത്ത പാർട്ടി ലീഗാണ് എന്നുള്ളത് കേരള ജനങ്ങൾക്കറിയാം. പൊന്നാനിയിൽ ഒരു സ്റ്റേജ് കെട്ടി എല്ലാ മുസ്ലിം പാർട്ടികളെയും സ്റ്റേജിൽ കൊണ്ടുവന്ന് പരീക്ഷിച്ചതല്ല അവർ ഞങ്ങളെ തോൽപ്പിക്കാൻ. എല്ലാ പാർട്ടികളെയും മുരട് മൂക്കമ്പാമ്പ് എന്ന് പറഞ്ഞതുപോലെ എല്ലാ പാർട്ടികളെയും ഒരു സ്റ്റേജിൽ. എന്നിട്ട് അന്ന് ഞങ്ങളെ സ്ഥാനാർത്ഥി കിട്ടിയ മുഹമ്മദ് ബഷീർ ജയിച്ചു. അപ്പോൾ അവർ ഇങ്ങനെ അത് ഞങ്ങളെ കേസിൽ മൈനോറിറ്റി വർഗീയത പോരാന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വർഗീയത ഇല്ല, അത് ദോഷമായി അവർ പ്രചരിപ്പിച്ച് നോക്കിയിട്ടുണ്ട്. മൂർച്ച പോരാന്ന് പറഞ്ഞു. ഇപ്പോൾ വർഗീയത പറഞ്ഞു നോക്കുന്നുണ്ട്. രണ്ടും ഞങ്ങൾ യേശുവില്ല. കേരളത്തിൽ ഞങ്ങൾ പ്രതിപക്ഷത്തും ഭരണപക്ഷത്തായി ഒരുപാട് കാലമാണ്. പല ആരോപണങ്ങളും വന്നിട്ടുണ്ട്. പക്ഷേ വിഭാഗീയത സ്വന്തം മതത്തിന് വേണ്ടി ഭരണത്തിലിരുന്ന് കാര്യങ്ങൾ ചെയ്യും എന്നാരും പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇപ്പോൾ കോട്ടയത്ത് പോയി മത്സരിച്ച കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ കോട്ടയത്തെക്കുറിച്ച് ഞാൻ ചോദിക്കുകയാണ്. കോട്ടയത്ത് പോലും ഇപ്പോൾ മാണി സാറിൻ്റെ പാർട്ടി അപ്പുറത്തായിട്ടും UDF വലിയ നേട്ടം ഉണ്ടാക്കി എന്ന് വെച്ചാൽ അതൊരു ഭയങ്കര ഷിഫ്റ്റാണ് ഉണ്ടായത്. സോ മാണി സാറിൻ്റെ പാർട്ടി എന്ന് വെച്ചാൽ മകൻ്റെ ജോസ് കെ മാണിയുടെ പാർട്ടി ഇല്ലെങ്കിലും ഞങ്ങൾ കേരളം പിടിക്കും എന്ന കോൺഫിഡൻസ് ആയോ നിങ്ങൾക്ക്? ഇത് മതി എന്ന് തോന്നുന്നുണ്ടോ?
അങ്ങനൊന്നുമില്ല. ഞങ്ങളുടെ പൊതുവിലുള്ള തത്വം UDFന്റെ അടിത്തറ വികസിപ്പിക്കണം എന്നുള്ളതാണ്. അത് ഞങ്ങളുടെ പ്രസിഡന്റ് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളുടെ നയം അതാണ്. ഞങ്ങൾ മാത്രം മതി, ഇനി ആരും വേണ്ട എന്നുള്ള നയം ഞങ്ങൾക്കില്ല. കാരണം ബാക്കി ജനവിഭാഗങ്ങളെ മുഴുവൻ UDF ഉൾക്കൊള്ളണം. കോൺഗ്രസും ലീഗും കൂടിയ UDF ആയി, അല്ലെങ്കിൽ കോൺഗ്രസും ലീഗും ഏതാനും പാർട്ടികളും കൂടിയ UDF ആയി എന്ന ചിന്ത ഞങ്ങൾക്കില്ല. കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും പ്രാതിനിധ്യമുള്ള, അപ്പോൾ ഞാൻ ഓരോ പാർട്ടിയെ പറയേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഒരുപാട് പാർട്ടികൾ കേരളത്തിലുണ്ട്, മതേതര പാർട്ടികൾ. അവരാരെങ്കിലും UDFിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ, ഒരു കേരള കോൺഗ്രസ് മാത്രമല്ല, ആരാണെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ UDFിലെ വിവിധ പാർട്ടികൾ, ഞങ്ങളുൾപ്പെടെ വിട്ടുവീഴ്ച ചെയ്ത് അവരെ കൊണ്ടുവരണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഓക്കെ, ഇപ്പം മുസ്ലിം ലീഗിന് അങ്ങനെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ, മുസ്ലിം ലീഗിന്റെ ഒരു പൊസിഷൻ്റെ ഒരു ടേക്ക് അതാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ജോസ് കെ മാണി, ഞാൻ സ്പെസിഫിക് ആയി ചോദിക്കുകയാണ്, ഇപ്പോൾ മാണി സാറിന്റെ പാർട്ടി ദീർഘകാലം UDFിന്റെ ഭാഗമായിരുന്നു. അതിന്റെ സ്വാഭാവികമായ ആവാസ സ്ഥാനം സത്യത്തിൽ UDF ആണെന്ന് പൊതുവെ വിചാരിക്കപ്പെടുന്നുള്ളൂ. സോ അത് അടുത്ത അസംബ്ലി ഇലക്ഷന് മുമ്പ് മടങ്ങി വരേണ്ടതാണ് എന്ന ആഗ്രഹമാണ് ലീഗിനുള്ളത്. അല്ലാതെ ഞാനിപ്പോൾ അത് നെയിം ചെയ്ത് പറയാത്തത്, അവരൊരു മുന്നണിയിൽ നിൽക്കുകയല്ലേ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്. അപ്പോൾ അവരെപ്പറ്റി വരണം എന്ന് നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. പക്ഷേ അതവർ തീരുമാനിക്കേണ്ട വിഷയമാണ്. ഇപ്പുറത്താണെന്നുണ്ടെങ്കിൽ അത് UDF തീരുമാനിക്കേണ്ട വിഷയമാണ്. പക്ഷേ മുന്നണിയിലേക്ക് ഏതെങ്കിലും മതേതര പാർട്ടി കടന്നു വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ വെൽക്കം ചെയ്യണം, അത് വിട്ടുവീഴ്ച ചെയ്ത് കൊണ്ടുവരണം. അതിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും പെടും, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ മാണി ഗ്രൂപ്പ് വരുമ്പോഴുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. PJ ജോസഫിൻ്റെ പാർട്ടിയുണ്ട്, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ അഭിപ്രായമുണ്ട്, വിവിധ കക്ഷികളുടെ അഭിപ്രായമുണ്ട്. അതൊക്കെ നോക്കി ആരെങ്കിലും പണക്കിയിട്ട് കൊണ്ടുവരിക എന്നുള്ളതല്ല. അതിൽ കൺസെൻസസ് ഉണ്ടാക്കണം. ഒരുപാട് ഇൻട്രസ്റ്റിൻ്റെ പ്രശ്നങ്ങൾ വരുമല്ലോ ഒരു പുതിയ പാർട്ടി വരുമ്പോൾ. അതിനകത്ത് ആവശ്യമുണ്ടെങ്കിൽ മീൻസ് അങ്ങനെ ഒരു സന്ദർഭം വന്നാൽ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാൻ പോലും ലീഗിന് മടിയൊന്നുമില്ല. ആ കാര്യത്തിൽ ഇപ്പോൾ ഒരു കൂട്ടായ ഇനീഷ്യേറ്റീവ് മതി. ഞങ്ങളുടെ ഒരു പ്രത്യേക ഇനീഷ്യേറ്റീവോ മറ്റു കാര്യങ്ങളോ ആവശ്യമില്ല. ഞങ്ങളുടെ നയം ഞങ്ങളുടെ പ്രസിഡന്റ് ക്ലിയറായിട്ട് ക്ലാരിറ്റിയോടുകൂടി വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇനി മുൻകൈ എടുക്കേണ്ടത് കോൺഗ്രസ്സാണ് മുന്നണിയെ ലീഡ് ചെയ്യുന്ന പാർട്ടി. ഞങ്ങളതിനെ കോൺഗ്രസ് മുൻകൈ എടുത്താൽ ഞങ്ങളതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. സാഹിബ് പറഞ്ഞു, ഈ ഞങ്ങൾ എനിക്ക് എന്താ ഒരു വിട്ടുവീഴ്ച ചെയ്തും ഒരു പുതിയ കക്ഷിയെ കൊണ്ടുവരാൻ സന്നദ്ധമാണ്, മതേതര കക്ഷിയെ. വിട്ടുവീഴ്ച മീൻസ് വാട്ട് കൈൻഡ് ഓഫ് വിട്ടുവീഴ്ചയാണ്? സീറ്റ് അറേഞ്ച്മെന്റിലടക്കം അല്ല, ഒരു പുതിയ പാർട്ടി വരുമ്പോൾ അവർക്ക് സ്പേസ് കണ്ടെത്തണമല്ലോ. അവർക്ക് അവരെ സ്വാധീന മേഖലകളുണ്ടാവും. ആ സ്വാധീന മേഖലകളിൽ അവർക്ക് ഇടം കൊടുക്കണമല്ലോ, അത് കണ്ടെത്തണം. ഒരു കക്ഷി പോയാൽ ആ സീറ്റെല്ലാം ഒരുപാട് ആളുകൾ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഇപ്പോൾ വരുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിക്ക് തകരാറൊന്നും വരരുത്. എല്ലാവരും വിട്ടുവീഴ്ച ചെയ്ത് എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാനുള്ള അക്കോമഡേഷൻ ആൻഡ് സ്വാപ്പിങ്ങിനൊക്കെ ലീഗ് വില്ലിംഗ് ആണ്. അല്ല, ലീഗിൻ്റെ അടുത്ത് ഏതെങ്കിലും ഒരു വിട്ടുവീഴ്ച വേണം സ്പെസിഫിക്കായിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ UDFിൻ്റെ പൊതുവായ കാര്യമാണ് പറഞ്ഞത്. അത് കോൺഗ്രസ് ലീഡ് ചെയ്യുന്ന കക്ഷി എന്നുള്ള നിലക്ക് മുൻകൈ എടുത്ത് ചർച്ച നടക്കുമ്പോഴേ അറിയുള്ളൂ ഏതൊക്കെ മേഖലയിലാണ് വിട്ടുവീഴ്ച വേണ്ടത്. ആ വിട്ടുവീഴ്ച എല്ലാവരും ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ അതിനകത്ത് ഒരു കാര്യം കൂടി ചോദിക്കും. PV അൻവറിന്റെ കാര്യം. PV അൻവർ UDFുമായി സഹകരിച്ചു പോവുകയും ഈ സർക്കാരിനെ താഴെ വീഴ്ത്താൻ വേണ്ടിയുള്ള വലിയ പരിശ്രമം നടത്തുകയും ചെയ്യുന്നു പറയുന്നു. രണ്ടാമത്തെ കാര്യം, PV അൻവർ കൊണ്ടുവന്നിട്ടുള്ള ഒരു വിഷയം വലിയ തോതിൽ രാഷ്ട്രീയമായി നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസീസിൽ സ്വാധീനിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്, സർക്കാരിന്റെ ഒരു സമീപന പ്രശ്നം. സോ അൻവറിനെ കുറച്ചുകൂടി ഹെൽത്തിയായി അക്കോമഡേറ്റ് ചെയ്യേണ്ടതുണ്ട് എന്ന് ലീഗ് കാണുന്നുണ്ടോ? അല്ല, അത് UDF ചർച്ച ചെയ്തിട്ടുണ്ട്. UDF ചർച്ച ചെയ്ത് കണ്ടത് ആ കാര്യത്തിൽ എടുത്ത സമീപനം എന്ന് പറയുന്നത് അൻവറിനെ കൂടെ കൊണ്ടുപോകണം എന്നുള്ളത് തന്നെയാണ്. അതുപോലുള്ള സഹകരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന അതാണ് ഞാൻ പറഞ്ഞത്. UDFിൻ്റെ അടിത്തറ വികസിപ്പിക്കണം എന്ന് പറഞ്ഞതിൽ കക്ഷികൾ UDFിൽ വരലും UDFിനോട് സഹകരിക്കുന്ന സഹകക്ഷികളായി കൂടെ കൂട്ടലും ഒറ്റപ്പെട്ട പിന്തുണകൾ സ്വീകരിക്കലും. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം പറഞ്ഞില്ലേ, അതുപോലെ അവരുടേതായ കാരണങ്ങളാൽ പൊളിറ്റിക്കലായിട്ടുള്ള കാരണങ്ങളാൽ ഞങ്ങൾക്ക് പിന്തുണ തരുന്ന വിഷയം ഇതൊക്കെ പെടും. കാരണം ഒരു ഉത്തരവാദിത്വത്തിലേക്ക് വരാൻ പോകുന്ന, കേരളം ഭരിക്കാൻ പോകുന്ന ഒരു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ എല്ലാ ജനവിഭാഗം ജനങ്ങളുടെയും താല്പര്യ സംരക്ഷണം എന്നുള്ള 100% ഭരണത്തിലിരിക്കുവാൻ സാധിക്കില്ലായിരിക്കും. പക്ഷേ ഒരു പൊതു സമീപനം അതായിരിക്കണം. ഈ LDFിന് പറ്റിയ തകരാറ് അതാണ്. അവർക്ക് എല്ലാവർക്കും ഞങ്ങൾ സംരക്ഷണം കൊടുക്കും എന്നുള്ളതിനേക്കാൾ കൂടുതൽ അവരുടെ സ്വരത്തിലുണ്ടായത്
ഒരു പേടിപ്പിക്കലാണ്. അതാണ് പറ്റിപ്പോയത്. കാരണം ഒരു പ്രൊട്ടക്ഷനല്ല, ഒരു തരം പിന്നെ എന്താ പറയുക വാളോങ്ങുന്ന നയാണ് അവരെടുത്തത്. അതാ ഞങ്ങളങ്ങനെയല്ല, ഞങ്ങളെല്ലാവർക്കും സ്പേസ് കൊടുത്ത് എല്ലാവരും അക്കോമഡേറ്റ് ചെയ്ത് കൊണ്ടുപോകണം. കുറച്ചും കൂടി ട്രാൻസ്പാരൻ്റാണ് ഈ ജനാധിപത്യ പാർട്ടികൾ അധികാരത്തിൽ വരുമ്പോൾ. അതാണ് ആ വ്യത്യാസം. അതുകൊണ്ട് വിവിധ കാരണങ്ങളാൽ യു ഡി എഫിൽ വരാവുന്നവരെ കൊണ്ടുവരണം. ചില കക്ഷികളെ യു ഡി എഫിൽ കൊണ്ടുവരാൻ ആശയപരമായ കാരണങ്ങളാൽ ചിലപ്പോൾ കഴിയില്ല, അവരെ സഹകരിപ്പിക്കണം. അങ്ങനെയൊക്കെയുള്ള ഒരു പിന്നെ ഇത് മുമ്പ് ഞങ്ങളിത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പല രാഷ്ട്രീയേതര സംഘടനകളുമുണ്ട്, അവരൊക്കെ യു ഡി എഫിനോട് സഹകരിക്കുന്ന കക്ഷികൾ എന്നുള്ള നിലക്ക് ഞങ്ങൾ കൂടെ കൂട്ടിയിരുന്നു ഒരു സമയത്ത്. അതിലന്ന് SNDP പോലത്തെ പിന്നെ അതുപോലെ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ വിവിധ സംഘടനകളും ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ച ഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ എല്ലാ കാലത്തും ചെയ്തിട്ടുള്ളതാണ്, ഇതിനെയും ചെയ്യും. അൻവറിന്റെ കാര്യം ഞാൻ വീണ്ടും ഒരു തവണ ചോദിക്കണം. അപ്പൊ അൻവർ ഒരു MLA ആയിരുന്ന ആൾ കൂടിയാണ്, അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ടാണ് സർക്കാരിനെതിരെ ഒരു ഫൈറ്റ് നയിക്കുന്നത്. അപ്പൊ അൻവറിന്റെ കാര്യത്തിൽ അയാൾ ആഗ്രഹിക്കുന്നതും ഡിസേർവ് ചെയ്യുന്നതും ഒരു അസംബ്ലി ടിക്കറ്റ് ആണെങ്കിൽ ആ കാര്യത്തിലടക്കം വിട്ടുവീഴ്ച വേണമെന്നാണ് ലീഗ് കാണുന്നത്. അതൊക്കെ സ്വാഭാവിക കാര്യങ്ങളാണല്ലോ. കാരണം ഒരു കക്ഷിയെ സഹകരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ നോക്കും. അതിൽ അസംബ്ലി സീറ്റ് ഉണ്ട് എങ്കിൽ സ്വാഭാവികമായി അത് ചർച്ച ചെയ്യും. തീരുമാനിക്കേണ്ടത് യു ഡി എഫ് ആണ്. ഞാൻ ഒറ്റക്ക് അസംബ്ലി സീറ്റ് കൊടുക്കുമെന്ന് എനിക്ക് പറയാൻ കഴിയുമോ? അതിനകത്ത് ഉദാര സമീപനം വേണമെന്നൊരു അഭിപ്രായമാണ് ലീഗിനുള്ളത്. അവരെന്താണോ അവർ പിന്നെ ഉന്നയിക്കുന്ന ആവശ്യങ്ങളെ സംബന്ധിച്ച് ഒരു വിശാല കാഴ്ചപ്പാടുണ്ടായിരിക്കണം. അതാണ് ചില കക്ഷികൾക്കൊക്കെ പിന്നെ അസംബ്ലി സീറ്റൊന്നും അല്ലല്ലോ ഉദ്ദേശം. അവരെ സംബന്ധിച്ചിടത്തോളം അസോസിയേറ്റ് ചെയ്യാന്നുള്ളതും അതുപോലെ തന്നെ അവരുടെ പിന്നെ അവരുൾക്കൊള്ളുന്ന സംഘടന മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളിൽ ഗവൺമെൻറ് നടപടി എടുക്കുക എന്നുള്ളതുമാണ് ചില സംഘടനകളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായിട്ടുള്ളത്. ചില പൊളിറ്റിക്കൽ സംഘടനകളാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ അസംബ്ലി സീറ്റ് ആവശ്യമുണ്ടാവും. അതിൽ എന്ത് ചെയ്യണം എന്നുള്ളത് മുന്നണി അന്നേരം ചർച്ച ചെയ്യണം. ഓക്കെ, അസംബ്ലി സീറ്റിന്റെ കാര്യം പറയുമ്പോൾ വീണ്ടും ഒരു ചോദ്യം ലീഗിനെ കുറിച്ചാണ്. ലീഗ് ഇപ്പം ഇന്ന് കേരളത്തിലെ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ കൗണ്ട് വരുമ്പോൾ ഏറ്റവും സ്ട്രൈക്ക് റേറ്റ് ഉള്ള പാർട്ടിയാണ്. എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ മത്സരിക്കുന്നു, ഏറ്റവും കൂടുതൽ വിജയം നേടുന്ന ഒരു പാർട്ടി. അതിന്റെ പവർ കാണിച്ചു നമ്മൾ പറയില്ലേ. അങ്ങനെ നോക്കുമ്പോൾ ലീഗിന് കൂടുതൽ ഡിമാൻഡ്സ് ഉണ്ട്. ഇപ്പം ഞാൻ രണ്ട് കാര്യമായിട്ട് ചോദിക്കുന്നത്. ഒന്ന്, ഈ ലോക്കൽ ബോഡിയിൽ തന്നെ ലീഗിന് ഒരുപാട് ആവശ്യങ്ങൾ ഉന്നയിക്കാൻ കഴിയും. ഇപ്പോൾ ഈ ചെയർമാൻ, ഡെപ്യൂട്ടി ചെയർമാൻ അല്ലെങ്കിൽ മേയർ പോലെ ഡെപ്യൂട്ടി മേയർ പോലുള്ള പദവികൾ, അതിനകത്ത് ലീഗ് എന്തുമാത്രം പുതിയ താല്പര്യങ്ങളുമായിട്ടാണ് സഞ്ചരിക്കുന്നത്? രണ്ട്, ഈ പറഞ്ഞ അസംബ്ലിയിൽ നിങ്ങൾ കൂടുതൽ മോഹങ്ങളുള്ള പാർട്ടിയാണോ? അല്ല, അങ്ങനെയല്ല. നമ്മൾ കിട്ടിയ അവസരം വെച്ച് മുതലാക്കുക എന്നുള്ളൊരു സമീപനം ഞങ്ങൾക്കില്ല. അതുപോലെ ഒരു ബാപ്പയുധങ്ങളുടെ കാലം മുതൽ ഞങ്ങൾക്കുള്ള ഒരു പിന്നെ ഖ്യാതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വളരെ അക്കോമഡേറ്റീവ് ആയിട്ടുള്ള ഒരു പാർട്ടിയാണ് എന്നുള്ളത്. സ്ട്രൈക്ക് റേറ്റൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നല്ല ശക്തിയുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങൾ എല്ലാവരെയും ജയിപ്പിക്കും. അതിന് കഴിയുന്ന പാർട്ടി തന്നെയാണ്. അത് ഞങ്ങളുടെ ശക്തിയാണ്. പക്ഷേ എന്ന് വിചാരിച്ച് കൈയിട്ട് വരുന്ന പരിപാടി നമുക്കില്ല. അത് ബാപ്പയുധങ്ങളുടെ കാലം മുതൽ ഉള്ള ഒരു ഞങ്ങളുടെ ഒരു പിന്നെ പേരാണത്. ലീഗ് എന്ന് വിചാരിച്ച് അർഹിക്കുന്നത് പിന്നെ വേണ്ട, കോംപ്രമൈസ് ചെയ്യില്ല. അതില്ല. അർഹിക്കുന്നത് കിട്ടണമല്ലോ. അത് ഞങ്ങളുടെ മാത്രം വ്യക്തിപരമായ പ്രശ്നമല്ലല്ലോ. അതൊരു പാർട്ടിയുടെ റൈറ്റാണ്. അത് ഉൾക്കൊള്ളുന്ന ജനവിഭാഗങ്ങളുടെ ഒക്കെ ഒരു അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് പിന്നെ അർഹിക്കുന്നതൊക്കെ അതൊരു ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇതുവരെ വന്നിട്ടില്ല. കാരണം അറിയിക്കുന്നത് കിട്ടും. ലീഗ് കൂടുതൽ കൊണ്ടുപോകുന്ന ഒരു ക്യാമ്പയിൻ നടന്നാൽ അത് UDF ക്ഷീണിപ്പിക്കുമെന്ന് വിചാരിച്ച ഒരു കാലം ഉണ്ടായിരുന്നല്ലോ. അതിനെ സത്യത്തിൽ നിങ്ങൾ ഈ ഇലക്ഷനിലൂടെ മറികടന്നു എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഒരു നമ്പർ ചോദിക്കാവുന്നതല്ലേ ഉള്ളൂ. അത് തീരെ ഏശുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലുണ്ടായി. ഇപ്പോൾ വരാൻ പോകുന്നത് എന്താണെന്നറിയാം. ഞങ്ങൾക്ക് കേരളത്തിലെ എല്ലാ സ്ഥലത്തും പഞ്ചായത്ത് പ്രസിഡന്റുമാരും പിന്നെ എന്താ പറയുക മുനിസിപ്പൽ ചെയർമാന്മാരും ഒക്കെ ഉണ്ടാകുമ്പോൾ ഈരാറ്റുപേട്ടുണ്ടാകുമ്പോൾ എല്ലാ ജില്ലയിലും ഉണ്ടാകും. ഒരു പക്ഷേ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമുക്ക് പിന്നെ ലോക്കൽ ബോഡീസിൻ്റെ അധ്യക്ഷ സ്ഥാനങ്ങളും അല്ലെങ്കിൽ ഉപസ്ഥാനങ്ങളും ഉണ്ടാകാൻ പോവാണ്. അപ്പോൾ അത്തരം വർഗീയ പ്രചരണങ്ങളൊന്നും കേരളത്തിൽ അവിടെയൊക്കെ ഞങ്ങൾ മാത്രം ഏതെങ്കിലും ഒരു പ്രത്യേക ജനവിഭാഗം മാത്രം വോട്ട് ചെയ്ത് ഞങ്ങൾ ജയിക്കൂലല്ലോ. തൊടുപുഴ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക മറ്റേ കായംകുളം അല്ലെങ്കിൽ ഈരാറ്റുപേട്ട ഇവിടെയൊക്കെ ഒരുപക്ഷെ പിന്നെ കൊച്ചി തന്നെ, അതുപോലെ തന്നെ ആലപ്പുഴയിൽ, അങ്ങനെ പല സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് സ്ഥാനത്ത് വരാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ അത് കാണിക്കുന്നത് എന്താ, ഇത്രയും വലിയ വർഗീയത പിന്നെ പറഞ്ഞിട്ടും
ഞങ്ങളെ ആ ജനം വിശ്വസിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാണ്, അപ്പോൾ ലീഗ് കൂടുതൽ ചോദിക്കുന്നുള്ള ഭയപ്പെടുത്തലിന്റെ കാലം കഴിഞ്ഞു, ഇനി വേണേൽ കുറച്ച് കൂടുതൽ ചോദിക്കാമെന്നാണ്. ഇല്ല അങ്ങനെയില്ല. ഞങ്ങൾ കിട്ടിയ സന്ദർഭം മുതലെടുക്കുക എന്നുള്ള സമീപനം ഞങ്ങൾക്കില്ല. കോമൺ ഇൻട്രസ്റ്റ് നോക്കുക, പക്ഷെ അറിയിക്കുന്നത് നോക്കുക എന്നുള്ളതാണ് നമ്മളെ സമീപനം. ഓക്കെ, ഇപ്പം ലീഗിന്റെ ബ്രിഗേഡ് ഇത്തവണ നോക്കിയാലേ ചെറുപ്പക്കാർ കുറേ പേരുണ്ടായിരുന്നു, കുറേ പ്രത്യേകിച്ച് പെൺകുട്ടികൾ. അത് ഭയങ്കരമായിട്ടുള്ള അതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ചിത്രത്തെ സ്വാധീനിച്ചതാണ്. അത് ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് നമ്മൾ കണ്ടു. യൂത്തിനിടയിൽ ഭയങ്കര സ്വീകാര്യത കിട്ടി. അത് കാണണം, അതിൻ്റെ വിജയാഹ്ലാദത്തിലെ ചിത്രങ്ങൾ ശ്രദ്ധേയമാണ്. സോ നിങ്ങൾക്ക് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു എടുക്കാൻ കഴിയുന്ന, അഡോപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സംഗതിയാണത്. അത് അസംബ്ലിയിലും പ്രതീക്ഷിക്കാമോ? യുവാക്കൾ, സ്ത്രീകൾ, ചെറുപ്പക്കാർ, അവരുടെയൊക്കെ പങ്കാളിത്തം നിങ്ങളുടെ സ്ക്വാഡിലുണ്ടാവും? തലമുറ കൈമാറ്റം എന്നുള്ളത് നാച്ചുറലാണല്ലോ, അത് നടത്താതിരിക്കാൻ പറ്റൂലല്ലോ. ഏത് മനുഷ്യനായാലും ഒരു അവധിയുണ്ട്. അപ്പോൾ ഞങ്ങളിതിൽ ആ തലമുറ കൈമാറ്റം വളരെ ഭംഗിയായി നടക്കുന്നു എന്ന് ആണ് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് തെളിയിച്ചത്. എല്ലാ തലത്തിലും ഇറസ്പെക്റ്റീവ് ഓഫ് എന്താ പറയുക, ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാ തലത്തിലും കുട്ടികൾ, ചെറുപ്പക്കാർ വന്ന് അധികാരം ഏൽക്കുകയാണ്. അതിൽ ജാതിമത വ്യത്യാസമൊന്നുമില്ല. പല ചെയർമാന്മാരും വിവിധ ജാതി മതങ്ങളിലൊക്കെ പെട്ടവരാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അസംബ്ലിയിൽ എന്ത് സംഭവിക്കും എന്നുള്ള ചോദ്യം, അത് പാർട്ടി വക വിഷയങ്ങളൊക്കെ കാണുമല്ലോ. അത് സത്യത്തിൽ ഞങ്ങൾ ചെറുപ്പക്കാർക്ക് എല്ലാ കാലത്തും പ്രാതിനിധ്യം കൊടുക്കാറുണ്ട്. അത് ഇത്ര പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഇത്ര കൊല്ലം ഇങ്ങനൊന്നും പറഞ്ഞ് ഞങ്ങൾ മെറിറ്റ് നോക്കി ചെയ്യാറുണ്ട് എല്ലാ കാലത്തും. ഇപ്പോൾ ഒരു ട്രെൻഡ് വന്നത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പ്രസിഡന്റ് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, യുവാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കും, ചെറുപ്പക്കാർക്ക് കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കും, ചെറുപ്പക്കാരികൾക്കൊക്കെ കൂടുതൽ പ്രാതിനിധ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തെളിയിച്ചു. ഇനി നമുക്ക് കാത്തിരിക്കാം. പ്രായോഗികത പലതുണ്ട് ഇതിലൊക്കെ. അപ്പോൾ എല്ലാ പാർട്ടികൾക്കും ഉള്ള ഒരു റെസ്ട്രിക്ഷനാണത്. എല്ലാ പാർട്ടികളും, പക്ഷേ ഏത് പാർട്ടിയിലാണ് നിയമം വന്നപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 50-50 ആയി എന്നുള്ളത് ശരിയാണ്. ബാക്കി എല്ലാ പാർട്ടിയിലും നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജെൻഡർ ജസ്റ്റിസ് അങ്ങനെ പൂർണ്ണമായില്ല. അങ്ങനെയില്ല. അതിന് ചില പൊളിറ്റിക്സിൽ ചില പ്രായോഗികത പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എന്തായാലും നമ്മുടെ രാജ്യത്ത് ഇമ്പ്രൂവ് ചെയ്ത് വരികയാണ്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പക്കാർക്ക് കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കും എന്നുള്ളത് നയപരമായി പറഞ്ഞിട്ടുണ്ട്. അസംബ്ലിയിൽ ഒരു വിസിബിൾ സ്റ്റെപ്പ് ലീഗ് എന്തായാലും ഉണ്ടാവും തീർച്ചയായിട്ടും. അത് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ലീഗിന്റെ അകത്തെ കാര്യങ്ങൾ എടുത്താൽ, ഇപ്പൊ ലീഗ് എന്ന് പറയുന്ന പാർട്ടി അല്ലെങ്കിൽ അതിനോടൊപ്പം നിൽക്കുന്ന ഒരു സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന സംഘടന, അതിന്റെ ഒരു ബോണ്ട്, അത് ലീഗിന്റെ ഒരു പ്രധാനപ്പെട്ട ശക്തിയാണ്. അതിനിടയിലേക്ക് പലതരത്തിലുള്ള ഭിന്നതയുടെ ശബ്ദങ്ങൾ കേൾക്കുന്നു. എനിക്ക് CPIM-ന്റെ താല്പര്യങ്ങൾ അതിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്യുന്ന ഒരു വലിയ വിവാദം ഉണ്ടാകുന്നു. അത് ലീഗിനെ രാഷ്ട്രീയമായി ക്ഷീണിപ്പിക്കുമെന്ന അഭിപ്രായങ്ങളുണ്ടാകുന്നു. പക്ഷെ അത്തരം അഭിപ്രായങ്ങളെയും നിങ്ങളുടെ ആശങ്കകളെയും എല്ലാം മറികടന്നു പോയി വലിയ വിജയം ഉണ്ടാക്കിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. സോ ആ ഒരു എപ്പിസോഡിനെ എങ്ങനെയാണ് ലീഗ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വിലയിരുത്തുന്നത്? ഈ പറയുന്ന CPM ഇൻഫിൽട്രേഷൻ ആൻഡ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ, അതിലെ ചില ഭിന്ന ശബ്ദങ്ങൾ, അതിൻ്റെയൊക്കെ കഥ കഴിഞ്ഞോ? അല്ലാതെ ലീഗിൻ്റെ ഒരു പാരമ്പര്യം നോക്കുകയാണെങ്കിൽ, ലീഗ് ഇപ്പോൾ ഈ മതസംഘടനകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, മതസംഘടനകൾക്ക് പൊതുവിൽ ഈ പരമ്പരാഗതമായി പാണക്കാട് കുടുംബത്തിൽ ഒരു വിശ്വാസമുണ്ട്. അതിപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇവിടെ വിവിധ മതസംഘടനകളുണ്ട്. ആശയപരമായി ഒരു പക്ഷേ പാണക്കാട് തങ്ങന്മാരെടുക്കുന്ന ആശയത്തോട് അഭിപ്രായ വ്യത്യാസമുള്ള എല്ലാവരും ഉണ്ട്. പക്ഷെ കോമൺ ഇഷ്യൂ വന്നാൽ പാണക്കാട് തങ്ങന്മാർ കുടുംബം എടുക്കുന്ന ഒരു ലീഡർഷിപ്പിന് നല്ലതാണ്, പോസിറ്റീവാണ് എന്നാണ് ഈ സംഘടനകളൊക്കെ കാണാറുള്ളത്. അപ്പോൾ ഇപ്പോൾ ചെറിയ കാര്യങ്ങളെടുക്കുക. ഇപ്പോൾ SIR വന്നു, അല്ലെങ്കിൽ ശരിയത്ത് വന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സിറ്റിസൺ പ്രശ്നം വന്നു. ഇങ്ങനൊരു കോമൺ ഇഷ്യൂ വരുമ്പോൾ എല്ലാ മതസംഘടനകളും പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എന്നുള്ള ലീഗിൽ വിശ്വാസം അർപ്പിക്കാറുണ്ട്. ലീഗ് ആ വിഷയം കോൺഗ്രസ് പോലെയുള്ള ദേശീയ പാർട്ടികളിൽ ടേക്കപ്പ് ചെയ്ത്, ഞങ്ങൾ പാർലമെൻറ്റിലൊക്കെ ഉള്ളതുകൊണ്ടും അതുപോലെ കേരളത്തിൽ ഭരണത്തിൽ തമിഴ്നാട്ടിലുമൊക്കെ സ്ട്രോങ് ആയതുകൊണ്ടും മൈനോറിറ്റി ഇഷ്യൂസ് അഖിലേന്ത്യാ തലത്തിൽ ഞങ്ങൾ ടേക്കപ്പ് ചെയ്യാറുണ്ട്. അതിന് റിസൾട്ട് ഉണ്ടാവാറുണ്ട്. വലിയ കാര്യങ്ങളിൽ വരെ റിസൾട്ട് ഉണ്ടാവാറുണ്ട്. ഒരിക്കൽ ഈ അറ്റോമിക് എനർജിയുടെ കാര്യത്തിലാണെന്ന് തോന്നുന്നു, അമേരിക്കയായിട്ട് കരാറ് ഉണ്ടായാൻ പോയ ഒരു സന്ദർഭത്തിൽ അത് ഒരു ഇൻ്റർനാഷണൽ ഇഷ്യൂ വന്നിട്ട് പൊതുവെ അറബ് രാജ്യങ്ങൾക്കൊക്കെ ഭയങ്കര അങ്കലാപ്പുണ്ടാക്കുന്ന ഒരു പ്രശ്നം വന്നൊരു കാര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് ഓർമ്മയില്ല. UPA ഗവൺമെൻറ് ഉള്ളതാണ്. ആ സമയത്ത് ഞങ്ങൾ ഇന്ന് സോണിയാഗാന്ധിയോട് സംസാരിച്ചു.
ഇത് നമുക്ക് അന്തർദേശീയ തലത്തിൽ ഒരു പ്രോബ്ലം ഉണ്ടാക്കുന്നതാണെന്നുള്ളത്. കോൺഗ്രസ് അത് ചർച്ച ചെയ്തു. പിന്നെ ആ വിഷയം ക്യാബിനറ്റ് വരെ എത്തി. അതുപോലെ എത്ര ഇഷ്യൂസ്. ബാബരി മസ്ജിദിന് ശേഷം തന്നെ, അന്ന് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷം ഞങ്ങളാണല്ലോ പിന്നെ ആ ചർച്ചയിൽ സത്യത്തിൽ കോൺഗ്രസിന് അന്ന് കാര്യങ്ങൾ പറയാനും തിരുത്താനും ഒക്കെ കൂടെ ഉണ്ടായിരുന്നത് ഞങ്ങളാണല്ലോ. ഞങ്ങളെ നന്നായി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. കാരണം കോൺഗ്രസ് ഈ മൈനോറിറ്റി പിന്നെ കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന, പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കാര്യത്തിന് വ്യതിചലിക്കരുത് എന്നുള്ളത് ഞങ്ങൾ കൺസ്ട്രക്റ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലീഗിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ കാര്യത്തിലൊക്കെ വ്യക്തമായ ഒരു നിലപാടുണ്ട്. ആ നിലപാട് വെച്ചിട്ട് ഞങ്ങൾ പോവുകയാണ്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് ആ കാര്യത്തിൽ വന്നിട്ടുണ്ട്, തുടരുകയും ചെയ്യും. ഞാൻ ചോദിച്ചത് വീണ്ടും ഇതിലേക്ക് തന്നെ വരികയാണ്. അതായത് ലീഗ്, സമസ്ത കേരള, ജമിയത്തുൽ ഉലമയും തമ്മിലുള്ള ഒരു ബോണ്ടിനകത്ത്, അതാണ് ഞാൻ പറഞ്ഞത്, അതിനകത്ത് ശബ്ദം ഉയർത്തിയവരെല്ലാം ഇപ്പോ എന്ന് പറഞ്ഞാൽ നിശബ്ദരായി, അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങളെല്ലാം ജനം അതിനെ മറികടന്നു എന്നാണ്. പാണക്കാട് തങ്ങന്മാർ നേതൃത്വം കൊടുക്കുന്ന പിന്നെ ഒരു കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആരെങ്കിലും സഞ്ചരിക്കാൻ തുടങ്ങിയാൽ അതിന് വലിയ അംഗീകാരം കിട്ടൂല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ മതസംഘടനകൾ പൊതുവിൽ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രത്യേകിച്ചും പാണക്കാട് കുടുംബത്തിൽ വിശ്വാസം അർപ്പിച്ച് പോയ ചരിത്രമേ ഉള്ളൂ. അപ്പോൾ റീസെൻ്റായിട്ട് അങ്ങനെ ഒരു ചർച്ച വന്നു. ഞാനത് നിഷേധിക്കുന്നില്ല. അത് ഇടതുമുന്നണി കുറച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അത് വലിക്കൂല. അത് ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ തെളിയിച്ചിട്ടുണ്ട്. അതിൽ സമസ്ത ഉത്തരവാദിത്തമുണ്ടെന്ന് ഞാൻ പറയില്ല. അത് ചില വ്യക്തികൾ ഉണ്ടാക്കിയൊരു ചർച്ചയാണ്. അത് സെറ്റിൽ ചെയ്യാൻ ലീഗ് ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടായിരുന്നില്ല? എല്ലാ ഘട്ടത്തിലും ഉണ്ട്. ഇനിയിപ്പോൾ അതൊരു പുതിയ കാര്യമല്ല, പണ്ടും ഇത് ഉണ്ടായിട്ടുണ്ട്. അത് ഞങ്ങൾ അതാത് ഘട്ടത്തിൽ ഞങ്ങളത് ഇനിഷ്യേറ്റീവ് എടുക്കും, സോർട്ട് ഔട്ട് ചെയ്യുകയും ചെയ്തു. ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. അത് ഇനി വരാൻ പോകുന്ന ഇലക്ഷൻ ഒന്നും ഒട്ട് ബാധിക്കാനും പോകുന്നില്ല. ഒരു കാര്യം കൂടി, ഇപ്പം ഈ മുന്നണിയുടെ നേതൃത്വത്തെക്കുറിച്ച് എപ്പോഴും പറയുമ്പോൾ കോൺഗ്രസിന്റെ ഒരു സ്പേസിനെ കുറിച്ച് പറഞ്ഞല്ലോ. കോൺഗ്രസ് മിക്കപ്പോഴും ലീഗിനുള്ള ഒരു അസ്വസ്ഥത പലപ്പോഴും ഈ കോൺഗ്രസിനകത്ത് പലതരം താല്പര്യങ്ങൾ, സംഘർഷങ്ങൾ, ആഭ്യന്തര പ്രശ്നങ്ങൾ, ഒരു യൂണിറ്റി പ്രകടമാക്കുന്നില്ല, അതിൻ്റെ ഒരു പവർ അത് പ്രകടമാക്കുന്നില്ല, അത് മുന്നൊരുക്കങ്ങൾ നടത്തുന്നില്ല, ഗ്രാസ് റൂട്ട് ലെവലിൽ വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള വിമർശനം പല ഘട്ടത്തിലും ലീഗിനുണ്ടായിട്ടുണ്ട്. ഇത്തവണത്തെ കോൺഗ്രസിൻ്റെ ഒരു പെർഫോമൻസിനെ, അതിൻ്റെ ഒരു ലീഡർഷിപ്പിനെ ലീഗ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ടേം മാറി, ഇപ്പോൾ വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിലാണ് ഓപ്പോസിഷൻ മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസ് ഒരു മുന്നണി നേതൃത്വത്തിലുള്ള മദർ പാർട്ടി നിലയ്ക്ക് പക്കയായി എന്ന ലീഗ് കാണുകയാണ്. കോൺഗ്രസിന് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രൂവ് ചെയ്തൊരു കാര്യമാണ്. കോൺഗ്രസിനെ പറ്റി എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു ആശങ്ക എന്താ വെച്ചാൽ അതിൻ്റെ നെറ്റ്വർക്കൊക്കെ താഴെക്കുളത്തിലൊക്കെ ഒരുപാട് പോയിട്ടുണ്ട് എന്നൊരു തോന്നൽ ഉണ്ടായിരുന്നു. അതവർ പുനഃസ്ഥാപിച്ചു. കാരണം വാർഡിലൊക്കെ ജയിക്കണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റിയും പിന്നെ വാർഡ് കമ്മിറ്റിയും ഇല്ലാതെ പറ്റുമോ? അപ്പോൾ കോൺഗ്രസ് താഴെ തട്ടിൽ വരെ ശക്തിപ്പെട്ടു. മാത്രമല്ല കോൺഗ്രസ് ഒരു ഡിസിപ്ലിൻ ഉണ്ടായി. കോൺഗ്രസ്സിന് നല്ല ഒരു സംഘടന, കേഡർ പാർട്ടിയായി എന്നൊന്നും ഞാൻ പറയില്ല, അത് ജനാധിപത്യ പാർട്ടി തന്നെയാണ്. പ്രസ്താവനകളൊക്കെ ഇനിയും പ്രതീക്ഷിക്കാം. പക്ഷേ കോൺഗ്രസിനകത്ത് ഒരു മിനിമം ആവശ്യമായ ഡിസിപ്ലിൻ വന്നിട്ടുണ്ട്. ട്രാൻസ്പെറൻസി ആവശ്യമാണല്ലോ. പിന്നെ ചെറുക്കെന്ന് പറഞ്ഞിട്ട് മിണ്ടാനേ പാടില്ല എന്നുള്ള ഇടതുപക്ഷ നയമൊന്നും ആവശ്യമില്ല. കുറച്ചൊക്കെ ട്രാൻസ്പെറൻ്റ് ആവാം, പക്ഷേ ഒരാൾക്കൂട്ടാവരുത്. അങ്ങനെയല്ല കേരളത്തിലെങ്കിലും ഇപ്പോൾ കോൺഗ്രസ് പിന്നെ വലിയ അച്ചടക്കമുള്ളൊരു പാർട്ടിയാണ് എന്ന് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് തെളിയിച്ചിട്ടുണ്ട്. ഓക്കെ, അതിനകത്ത് ഇപ്പം ഞാൻ വി.ഡി. സതീശനെ കുറിച്ച് പ്രത്യേകം ചോദിക്കാണ്. വി.ഡി. സതീശനാണ് ഇപ്പോൾ ഓപ്പോസിഷൻ ലീഡർ. വി.ഡി. സതീശൻ എല്ലാ തെരഞ്ഞെടുപ്പിലും പറയും, ഈ തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടാൽ അതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏൽക്കാം, ജയിച്ചാൽ എല്ലാവരും കൂടി എൻ്റെ ക്രെഡിറ്റ് എടുത്തോളൂ. കോൺഗ്രസിൽ കുറേ ലീഡേഴ്സ് ഉണ്ട്, നമുക്കറിയാവുന്ന പോലെ സീനിയർ ലീഡേഴ്സ് ഉണ്ട്. അവരുടെ എല്ലാം കൂടി ഒരു ഒരുമിച്ചുള്ള പ്രവർത്തനമാണ് നടക്കുന്നതെന്ന് പറയാമെങ്കിൽ കൂടിയും സതീശൻ്റെ ലീഡർഷിപ്പിനെ എങ്ങനെയാണ് ലീഗ് വിലയിരുത്തുന്നത്? അയാളുടെ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജി ആൻഡ് ഒരു പ്ലാനിങ്ങിനെയൊക്കെ എന്തുമാത്രം നിങ്ങൾ വാല്യൂ അല്ലെങ്കിൽ അസസ് ചെയ്യുന്നുണ്ട്? എങ്ങനെയാണ്? അല്ല, ഒരു സ്റ്റാൻഡ് എടുക്കുന്നത് നല്ലതാണ്. എങ്ങനെയായാലും നമുക്കൊരു നിലപാടുണ്ടാകുന്നത് നല്ലത് തന്നെയാണ്. നിലപാട് എന്ന് പറഞ്ഞത് രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കോൺഗ്രസിൻ്റെ പിന്നെ ലീഡർഷിപ്പിൽ പിന്നെ ഒന്നല്ല, ഞാൻ സതീശനെ മാത്രം ഉദ്ദേശിച്ച് പറയുന്നതിൻ്റെ ശക്തന്മാരായ നേതാക്കന്മാരുണ്ടാകുന്നത് ഞങ്ങൾക്കും നല്ലതാണ്, മുന്നണിക്കും നല്ലതാണ്, അത് പൊതുസമൂഹത്തിനും അത് നല്ലതാണ്.
അപ്പോൾ അച്ചടക്കമുള്ള ഒരു ഗവൺമെൻറ് കൊണ്ടുപോകണമെങ്കിൽ അച്ചടക്കമുള്ള ഒരു പാർട്ടിയും പിന്നെ അതിന് ശക്തരായ നേതാക്കന്മാരും ഉണ്ടാവണ്ടേ. അത് ഒരാൾ തന്നെ ആയിക്കൊള്ളുന്നില്ല, ഒന്നിലേറെ ആളായാലും ബുദ്ധിമുട്ടില്ല. അപ്പോൾ കരുണാകരനും ആൻ്റണിയും കേരളത്തിലുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ ശക്തരായ ലീഡേഴ്സ് ഉണ്ടല്ലോ. ഇപ്പോഴും കോൺഗ്രസ്സിൽ ശക്തരായ ലീഡേഴ്സ് ഉണ്ട്. കോൺഗ്രസ്സിന് ശക്തരായ ലീഡേഴ്സ് ഉണ്ടാവണം എന്നാണ് ലീഗിൻ്റെ ആഗ്രഹം. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ സതീശൻ്റെ കാര്യത്തിൽ ഇപ്പം അപ്പുറത്ത് പിണറായി വിജയനാണ്. പിണറായി വിജയൻ വളരെ അഗ്രസീവ് ആയിട്ടുള്ള ലീഡറാണ്, പവർഫുൾ ലീഡറാണ്, അറ്റാക്കിംഗ് മോഡ് പലപ്പോഴും എടുക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് സതീശനും ഒരു ഫൈറ്റർ ആണ് എന്നൊരു ഫീൽ നിങ്ങളുടെ ഒരു UDF സിമ്പതൈസേഴ്സിന് ആകമാനം കൊടുക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. എന്നിട്ട് പുതിയ തലമുറക്ക് പിന്നെ നേതൃത്വം കൊടുക്കാവുന്ന ഒരുപാട് ലീഡേഴ്സ് കോൺഗ്രസ്സിൽ ഉയർന്നു വരുന്നുണ്ട്. സതീശൻ തീർച്ചയായിട്ടും ആ കാര്യത്തിൽ പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്, അതിലൊന്നും സംശയമില്ല. നോളജ് ലെവല്, അതേപോലെ തന്നെ നിലപാട്, അതുപോലെ തന്നെ കാര്യങ്ങളെക്കുറിച്ച് ഗ്രാഹ്യം, ഇതൊക്കെയുള്ള ഒരു പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. അതിനെപ്പറ്റി പ്രശ്നങ്ങളില്ല. പിന്നെ സ്ട്രോങ് ആവണം, പക്ഷേ തിരുവായിക്ക് എതിർവായില്ല എന്നുള്ള ഇപ്പോൾ ഇടതുമുന്നണി എന്ന് പിന്നെ പെട്ടിരിക്കണ അവർക്ക് ഒരു ട്രാൻസ്പെറൻസിയുടെ കുറവുണ്ട്. അതെല്ലാവരും പറയുന്നുണ്ടല്ലോ. ആ നിലയിലാവും വേണ്ട. അത് ജനാധിപത്യ സംവിധാനത്തിന് എപ്പോഴും ചർച്ച നല്ലതാണ്. അതിനകത്ത് ഞങ്ങൾ വരണമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്നുള്ള സീനിയർ ലീഡേഴ്സൊക്കെ ഒരു കൂടിയാലോചന, 4-5 ആൾ ഇരുന്നിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന രീതി അതെപ്പോഴും നല്ലതാണ്. ഒരാൾക്ക് തോന്നുന്നതല്ലല്ലോ മറ്റേയാൾക്ക് തോന്നുക. അപ്പോൾ ഒരു ചെറിയ പിന്നെ കൺസെൻസസ് കൂടിയാലോചന എന്നുള്ളത് വളരെ നല്ലതാണ്. ഞാൻ എൻ്റെ വരികൾക്കിടയിലൂടെ ഒന്ന് വായിക്കുകയാണെന്ന് വെച്ചാൽ സതീശൻ വളരെ സ്ട്രോങ് ആയിരിക്കുമ്പോൾ തന്നെ കുറച്ച് ഓട്ടോക്രാറ്റിക് സ്വഭാവം കാണിക്കുന്നു. ഈ ഡെമോക്രസിയിൽ ഒരു ലാക്ക് ചെയ്യുന്നതാണോ? അങ്ങനെ അതല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഒരാൾ അല്ല അങ്ങനെ പിന്നെ വളരെ സ്ട്രോങ് ആയ സതീശന് ഒരു നിലപാട് എടുക്കുന്നത് നല്ലതാണ് എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഒരു മിനിമം ഡിസിപ്ലിന് അത് ഉപകരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. എസ് അല്ല ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ സതീശൻ്റെ കാര്യത്തിൽ ഇപ്പം ഞാൻ അതായത് ഇപ്പം നിലമ്പൂർ ഇലക്ഷൻ നടക്കുന്ന സമയത്താണ് ഭയങ്കരമായ ആക്ഷേപം ഉണ്ടാകുന്നത്. നിങ്ങൾ SDPI, മുസ്ലിം ലീഗ് അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി എന്നൊക്കെ. ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിക്കാൻ പോവാണ്, നിങ്ങൾ വാങ്ങിച്ചിട്ടില്ല എന്നൊരു ചോദ്യം അയാൾ വളരെ കൃത്യമായി ചോദിക്കുന്ന നിലയുണ്ടായല്ലോ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ലീഗ് പോലും ആ ചോദ്യം ഉയർത്താൻ ഭയപ്പെടുന്ന ഒരു സമയത്ത്, ഭയപ്പെടുക വെച്ചാൽ ലീഗിന് പലതരത്തിലുള്ള പരിമിതികളുണ്ട്, പക്ഷേ സതീശൻ അത് ചോദിക്കുന്നു. ആ ചോദ്യം ചോദിച്ചിട്ട് ആ ഇലക്ഷനെ അദ്ദേഹം മറികടക്കുകയും ചെയ്യുന്നുണ്ട്. ആ നിലയ്ക്കുള്ള ഒരു പവർഫുൾ പൊസിഷൻ അല്ലെങ്കിൽ ധീരമായ നിലപാട് എന്നൊക്കെ നിങ്ങൾ അതിനെ കാണുമോ? അല്ല, അത് പിന്നെ ആ ചോദ്യം ചോദിക്കേണ്ടത് ഞങ്ങളല്ല. ആ ചോദ്യം ചോദിക്കേണ്ടത് സതീശൻ തന്നെയാണ്. സതീശൻ ചോദിക്കുകയും ചെയ്തു, അത് ജനം മനസ്സിലാക്കുകയും ചെയ്തു. അത് കറക്റ്റാണ്. കാരണം വെച്ചാൽ ചില കാര്യങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങളല്ലല്ലോ. ചില കാര്യങ്ങൾ പറയേണ്ടത് പിന്നെ കോൺഗ്രസ്സാണ്. കോൺഗ്രസ് പറയേണ്ട കാര്യം കോൺഗ്രസ് തന്നെ പറയണം. ഇപ്പോൾ ഡൽഹിയിലും അങ്ങനെ പറയണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം വെച്ചാൽ ഈ മൈനോറിറ്റി പ്രശ്നങ്ങളിൽ ഒരു നിലപാടെടുക്കുന്നതാണ് നല്ലത് എപ്പോഴും. ഇപ്പോൾ കർണാടകയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതുണ്ടായല്ലോ. കാരണം ധൈര്യമായ ഒരു നിലപാടെടുത്തു, അവിടെ ഗവൺമെൻറ് വന്നു. നമ്മൾ അയവമ്പൻ നയം കൊണ്ട് ഒരു കാര്യമില്ല. മൈനോറിറ്റി പ്രശ്നങ്ങളിൽ ഞങ്ങളുടെ സമീപനം ഇന്നതാണ്, അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളിൽ ഞങ്ങളുടെ നിലപാട് ഇന്നതാണ് എന്ന് പറയുന്നതാണ് നല്ലത്. പറയാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ട്. അത് പറയേണ്ടവർ പറയണം. ഞങ്ങൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് സ്വാഭാവികമായി. ഞങ്ങളെല്ലാം അത് പറയേണ്ടതെന്നുള്ളതാണ്. ഞങ്ങൾ പറയേണ്ട വിഷയം വേറുണ്ട്. ഇപ്പോൾ മൈനോറിറ്റി പിന്നെ വർഗീയത പ്രോത്സാഹിപ്പിക്കാൻ CPM ശ്രമിച്ച, ഇടതുപക്ഷം ശ്രമിച്ച ശ്രമമുണ്ടല്ലോ. അന്ന് പറയേണ്ടത് ഞങ്ങളായിരുന്നു. അന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. കാരണം ബാബരി മസ്ജിദിന് ശേഷം പറയേണ്ട ആൾ ശിഹാബ് തങ്ങളായിരുന്നു. അത് LDF വരെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പറയട്ടെ, തങ്ങൾ പറഞ്ഞു. ആ നിലപാട് പിന്നെ ചരിത്രം രേഖപ്പെടുത്തി. അപ്പോൾ ഞങ്ങൾ പറയേണ്ടത് ഞങ്ങൾ പറയണം, അവർ പറയേണ്ടത് അവർ പറയണം. ഞാൻ അവസാനത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കുകയാണ്. അതായത് മലപ്പുറം ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ ശ്വാസം മുട്ടുന്ന സ്ഥലമാണ് എന്ന് SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞതിന് ശേഷം നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് UDF വിജയിക്കാൻ എല്ലായിടത്തും. എന്ന് വെച്ചാൽ അത്തരം വിദ്വേഷ പ്രചാരണ സാധ്യതകളെ കംപ്ലീറ്റായും നിരാകരിക്കുന്നു മലപ്പുറത്തെ എല്ലാ കൈൻഡ് ഓഫ് ആൾക്കാരും, എല്ലാ മതവിഭാഗങ്ങളും എന്ന് പ്രൂവ് ചെയ്ത ഇലക്ഷനാണോ? വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു കൈൻഡ് ഓഫ് സ്ട്രാറ്റജിയെ മലപ്പുറം സമ്പൂർണ്ണമായും തള്ളി എന്നാണ് ലീഗ് മനസ്സിലാക്കുന്നത്. മലപ്പുറത്തിന് എന്നല്ല, മലബാറിന് തന്നെ അങ്ങനെ ഒരു വർഗീയ പശ്ചാത്തലം ഇല്ല. അതാണ് വസ്തുത. അത് ഇത് പറയുന്ന വർത്തമാനം പറയുന്നവർക്ക് ഇത് മനസ്സിലാവാത്തതുകൊണ്ടാണ്. പാണക്കാട് PMSA പൂക്കോ തങ്ങളുടെ കോലായിൽ പിന്നെ ഉള്ളത് വിവിധ ജാതി മതസ്ഥരാണ്. അവിടെ ചായ വാർന്നു കൊടുക്കുന്നവരും അതുപോലെ തന്നെ അവിടെ കണക്കെഴുതുന്നവരും അവിടെ ഇരിക്കുന്നവരും. അവിടെ ഒരു ജാതീയമായ സ്വകാര്യത ഇല്ല.
തങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്നത് ഇപ്പം നയന്മാരും അതുപോലെ തന്നെ വിവിധ ജാതി മതസ്ഥപ്പെട്ടവരും വിവരമുള്ളവരും അങ്ങനെയുള്ള ആളുകളൊക്കെ എല്ലാ കാലത്തും അങ്ങനെയായിരുന്നു. അതുപോലെ തന്നെ മമ്പുറം തങ്ങൾ കൊന്നുകാർ പറയാറില്ലേ, അങ്ങനെ പിന്നെ സാമൂതിരി കുഞ്ഞാലിമരക്കാർ പറയാറില്ലേ, എല്ലാ കാലത്തും മലബാറിൻ്റെ ചരിത്രം അതാണ്. ഇവിടെ വിവിധ മത പ്രചരണം നടന്നതുപോലും വളരെ സമാധാനപരമായ അന്തരീക്ഷത്തിൽ വേണ്ടിയവർ സ്വീകരിച്ചു. ഈയുടെ അങ്ങനെ ഒരു പശ്ചാത്തലം തന്നെ ഇല്ല. ഈ വർഗീയ പശ്ചാത്തലം ഉള്ളവരാണ് ഈ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കിത് തിരിയുന്നേ ഇല്ല. വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ പൊതുവെ ഇപ്പൊ UDF ലീഡേഴ്സിനോട് കുറെ പേരോട് ഞാൻ സംസാരിച്ചു ഈ ദിവസങ്ങളിൽ, നമ്മുടെ TV അഭിമുഖത്തിന്റെ ഭാഗമായി തന്നെ. വെള്ളാപ്പള്ളി നടേശനെ ഒരു പരിധിയിൽ കവിഞ്ഞ് വിമർശിക്കുക, തള്ളിക്കളയുക എന്നതിന് UDFന് ഇപ്പോഴും പരിമിതിയുണ്ടോ? വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിന്റെ ആകമാനം പ്രതിനിധി, ആകമാനം അതിന്റെ ഉള്ളു പേർന്ന ഒരാൾ എന്ന മട്ടിൽ കാണുന്നുണ്ടോ? അതോ വെള്ളാപ്പള്ളിയെ അദ്ദേഹത്തിന്റെ കുടുംബ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം രാഷ്ട്രീയം പറയാണ്, അപ്പൊ അദ്ദേഹത്തെ അടർത്തി മാറ്റി കാണേണ്ടതുണ്ട് എന്നൊന്നില്ല UDFനില്ല? ഇപ്പോഴും UDFന് ഒരു ഭയപ്പാടുണ്ടോ അതിനകത്ത്, ഒരു ആഞ്ഞാക്രമിക്കാൻ? ആരാ ഭയപ്പാടുമില്ല. നമ്മൾ മാന്യമായിട്ട് സംസാരിക്കുക. നമ്മൾ മാന്യമായിട്ട് സംസാരിക്കുമ്പോൾ അത് ഭയപ്പാട് കൊണ്ടോ അല്ലെങ്കിൽ അവർ വർത്തമാനം പറഞ്ഞാൽ അത് വർഗീയമായിട്ട് യേശും എന്നോ വിചാരിച്ചിട്ടല്ല. കേരളത്തിൽ യേശേ ഇല്ല. ഞാൻ ഉറപ്പിച്ച് പറയാം, പച്ച വർഗീയത പറയുന്നവരെ കേരളത്തിന് വെറുപ്പാണ്. അതുകൊണ്ട് പേടിയും പേടിക്കണ്ട. വർഗീയതയും പറഞ്ഞ് ഒരാൾ കേരളത്തിൽ വോട്ട് പിടിക്കാൻ ഇറങ്ങി അവനെ ജനം മൂലക്ക്. ഇപ്പൊ ഇതിന് ശേഷവും സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചാണ്. ഇതിന് ശേഷവും സർക്കാർ ഇപ്പൊ ഈ പാട്ട് എഴുതിയിട്ടുള്ള GP കുഞ്ഞബ്ദുള്ളയോ കേസെടുക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. വർഗീയത ഉണ്ടാക്കാൻ പാട്ടിലൂടെ ശ്രമിച്ചു എന്നാണ്. അപ്പൊ എന്താണോ ഇതുവരെ കൊണ്ടുവന്നിരുന്ന ഒരു പൊളിറ്റിക്കൽ ഇലക്ഷൻ സ്ട്രാറ്റജി അതിൽ തുടരുകയാണ് സർക്കാർ. എന്ന് വെച്ചാൽ സർക്കാരിന് പിന്നെയും എനിക്ക് തോന്നുന്നു അസംബ്ലിയിൽ കോൺഫിഡൻസ് ഉണ്ടെന്ന്. ഇപ്പോൾ ഉണ്ടായതിനപ്പുറത്തേക്കുള്ള ഒരു സംഗതി, ഇപ്പൊ ലീഗ് ഭയങ്കരമായിട്ടുള്ള നമ്പർ ഉണ്ടാക്കുന്നു, ലീഗുകാരായിട്ടുള്ള ആളുകൾ അയ്യപ്പന്റെ വിഷയത്തിലെടുത്ത് പാട്ടെഴുതുന്നു. ഇതൊക്കെ ചിലപ്പോൾ വർക്ക് ചെയ്തേക്കാൻ വീണ്ടും മാറി എന്ന് സർക്കാരിന് ഒരു കോൺഫിഡൻസ് ഉള്ള പോലെ തോന്നുന്നുണ്ടോ? ഒട്ടും കോൺഫിഡൻസ് ഉണ്ടാവില്ല. ആ ലൈനിൽ അവർ ഇനി പോവും എന്ന് ഞാൻ കരുതുന്നുമില്ല. ഉള്ള വോട്ട് കൂടി ലൂസ് ചെയ്യും. അതിൻ്റെ ബെനിഫിഷ്യറി പിന്നെ BJP ആയിരിക്കും, ഒരു സംശയവും വേണ്ട. ലീഗ് ജയിച്ച ഒരു പഞ്ചായത്തിൽ UDF ജയിച്ച ഒരു പഞ്ചായത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന കമ്മിറ്റിയോടുള്ള ആക്ഷേപം എന്ന മറ്റുള്ള അവിടെ വെള്ളം തളിച്ച് ഒരു ശുദ്ധീകരണ പ്രക്രിയ നടത്തുന്ന നിലയുണ്ടായി. ഞാൻ ഒരു കണ്ടു കാണുന്ന ഞാൻ വിചാരിക്കുന്നു. അത് വലിയ വിമർശനങ്ങൾക്ക് കാരണമായി. ചാണകവെള്ളമല്ല തളിച്ചതെന്ന് അവർ പറയുമ്പോൾ തന്നെ ഈ ശുദ്ധീകരണം പോലെയുള്ള ജാത്യാധിപത്യ സ്വഭാവമുള്ള സംഗതിയാണ് ഉണ്ടായത്. അത് ലീഗ് അതിനെ എങ്ങനെയാണ് കാണുന്നത്? നേതൃത്വത്തിന് അംഗീകരിക്കുന്നേ ഇല്ല. ഞങ്ങളത് ചർച്ച ചെയ്തു. അല്ലെങ്കിലും ആ പിന്നെ പരിപാടി തന്നെ മോശമാണ്. എന്ത് ശുദ്ധീകരണം? അത് പിന്നെ അത്തരം കാര്യങ്ങൾ ഞങ്ങൾ ജില്ലാ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആരാണ് അത് ചെയ്തു നോക്കിയിട്ട് അവർക്കെതിരെ നടപടിയെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊന്നും ലീഗ് അംഗീകരിക്കുകയില്ല. ഇത്തരം ഈ വിജയാഹ്ലാദത്തിൻ്റെ ഇടയിൽ പിന്നെ താഴെത്തട്ടിൽ ഇങ്ങനെയുള്ള പല സംഭവങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഞങ്ങളത് നോട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് പാർട്ടി ക്ലാസ് എടുക്കാൻ പോവുകയാണ്. ഇത്തരം പരിപാടികളെ ഒരു നിൽക്കും അല്ലെങ്കിൽ അതുപോലെ തന്നെ വലിയ തീവ്ര പ്രസംഗങ്ങളുണ്ട്. പിന്നെ അത് പിന്നെ ഭീഷണിപ്പെടുത്തുന്ന പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊന്നും ഹെൽത്തി അല്ല. ഞങ്ങൾക്ക് അങ്ങനെ കൾച്ചറില്ല. ഇപ്പം ഞാൻ ഒരു ഒറ്റ കണ്ണൂർ ജില്ലയിലും അവിടെ ആ ഭാഗത്തുമല്ലേ എല്ലാ തല്ലുംപിടി. മലപ്പുറം ജില്ലയിൽ പ്രതിപക്ഷം തന്നെ ഇല്ല. ഇവിടെ പിന്നെ അത്തരം തല്ലുപിടികളോ പിന്നെ വിട്ടോ കുത്തോ കൊലപാതകമോ ബോംബ് കൊണ്ട് കൈ പോലോ എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങളുടെ ആരെങ്കിലും കോൺഫിഡൻസ് 1, 2, 3 പിന്നെ സ്ഥാനങ്ങൾ വേങ്ങര മണ്ഡലത്തിലാണ് ഈ ഇലക്ഷനിൽ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് 3. പക്ഷെ ആ മണ്ഡലത്തിൽ എവിടെയെങ്കിലും ഒരു പ്രോബ്ലം പിന്നെ വെട്ടോ കുത്തോ അല്ലെങ്കിൽ പിന്നെ ബോംബ് ഉണ്ടാക്കിയിട്ട് കൈ പോലോ അങ്ങനെ എന്തെങ്കിലും ഇവിടെ ഉണ്ടായോ? അതെല്ലാം ചില മേഖലയിലാണ്. അതൊക്കെ പിന്നെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് ഇത് മുഴുവൻ ഉണ്ടാകും. പിന്നെ അതിനൊരു കൗണ്ടർ അവിടെ ഉണ്ടാവും. അതാണ് ഈ വേണ്ടാത്ത പ്രവണതയിലേക്ക് മറ്റു പാർട്ടികളും പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ക്ലാസ് കൊടുക്കാൻ പോവുകയാണ്. ചാണകം തെളിക്കലും മറ്റുമൊക്കെ എന്ത് അറപ്പുളവാക്കുന്ന ആക്ഷൻസാണ്. അതൊക്കെ വളരെ മോശമാണ്. അന്ന് ഒരു നിലക്കും ഞങ്ങൾ അംഗീകരിക്കില്ല. മാത്രമല്ല ആക്ഷൻ കൊടുക്കും. അത്തരം ഇനി ആരും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള പാർട്ടി ക്ലാസുകൾ കൊടുക്കാൻ കൂടിയാണ്. ഫൈനലി അടുത്ത അസംബ്ലി ഇലക്ഷനിൽ UDF കുറച്ചുകൂടി വലിയ മുന്നണിയായിട്ടാണ് ജനങ്ങളെ സമീപിക്കാൻ പോകുന്നത്. കുറച്ചും കൂടി ഉത്തരവാദിത്തത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു പിന്നെ രീതി ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് UDFിൽ. വലിയ മുന്നണി, വലിയ മുന്നണി, കുറച്ചും കൂടി ഡിസിപ്ലിൻ, കുറച്ചും കൂടി ഉത്തരവാദിത്ത ബോധം, കുറച്ചും കൂടി കാര്യക്ഷമത, അതുകൂടി കുറച്ചുകൂടി ഫണ്ടുണ്ടാക്കണ്ടേ, ഗവൺമെൻറ് പ്രവർത്തിക്കണ്ടേ, അതിനുള്ള കഴിവ്, അതെല്ലാം പ്രകടിപ്പിക്കുന്ന ഒരു ഗവൺമെൻറ് വരണം. നല്ലൊരു മാനിഫെസ്റ്റോണ്. ഞങ്ങൾ 22-ാം തീയതി മീറ്റിംഗ് കൂടാൻ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും
അത് ഞങ്ങൾക്ക് ജനങ്ങൾക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റും. ഇവർ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ആനുകൂല്യം കൊടുക്കാൻ പറ്റും. കൂടുതൽ പാർട്ടികളുള്ള ഒരു മുന്നണിയായിട്ടാണ് അടുത്ത വരാൻ പോകുന്നത് എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് സാധിക്കുമെന്നുള്ളത് തന്നെയാണ്. ജനങ്ങൾ പാർട്ടികളും ട്രെൻഡ് മനസ്സിലാക്കുമല്ലോ. അവിടെ ഇരുന്നിട്ട് കാര്യമില്ല എന്നുള്ളത് പല പാർട്ടികൾക്കും അറിയാം. അതുകൊണ്ട് അവർ ചിന്തിക്കും എന്നാണ് ഞങ്ങളുടെ ഒറ്റ കാര്യം ഞാൻ വിട്ടുപോകാൻ വിജയ് സാർ. ഇതിനകത്ത് ഇപ്പോൾ മധ്യ കേരളത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് വിചാരിച്ച ഒരു സംഗതിയാണ് ഈ കാസ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ, ഒരു ഗ്രൂപ്പ്. അവർ വലിയ തോതിൽ മുസ്ലിം ഹേറ്റ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കകത്ത് പടർത്താനും അതിൻ്റെ ഒരു ആനുകൂല്യം റൈറ്റ് വിങ്ങിന് നേടിക്കൊടുക്കാനും പണിയെടുത്തവരാണ്. അപ്പോൾ അതിൻ്റെ ചില ഘട്ടത്തിൽ അതിൻ്റെ ഒരു പ്രചാരകരായിട്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ചില മതപുരോഹിതരെ പോലും നാം കാണുന്ന നിലയുണ്ടായി. പക്ഷെ അതിനൊന്നും ക്രിസ്ത്യൻ മൈനോറിറ്റിക്കകത്ത് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതിനെ എന്തുമാത്രം പോസിറ്റീവായിട്ടാണ് കാണുന്നത്? അത് യേശുവില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഈ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ഇടയിൽ ഒരു തൊഗാഡിയ സ്റ്റൈല് അതിനുള്ള സംഘടനകളുണ്ടാവും. അതുപോലെ ഇവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികളിൽ തീവ്രവാദം ഉണ്ടാക്കാൻ വേണ്ടി ഇത്തരം സംഘടനകൾ, മുസ്ലിം കമ്മ്യൂണിറ്റിൻ്റെ ഇടയിൽ ഒരുപാട് സംഘടനകൾ, പല പരീക്ഷണങ്ങൾ, ഇതൊക്കെ കേരളത്തിൽ അതാത് കാലത്ത് നടന്നിട്ടുണ്ട്. ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ ക്രെഡിറ്റ് തന്നെ അതാണല്ലോ. ഈ കാസ പോലത്തെ സംഘടനകൾ മുസ്ലിം സമുദായത്തിൽ എത്ര എണ്ണം വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു രാഷ്ട്രീയമായി ശക്തിപ്പെടാൻ എത്ര നോക്കിയിട്ടുണ്ട്. ഞങ്ങൾ അനുവദിച്ചോ? ഇതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ബിഷപ്പ്മാരൊന്നും ഒരിക്കലും വർഗീയതയുള്ള ആളുകളല്ല. അതുകൊണ്ട് ഇത്തരം സംഘടനകൾ വന്ന് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്, അവരെ തന്നെ സമ്മർദ്ദത്തിലാക്കുക ആവശ്യമില്ലാതെ. അതൊരു താൽക്കാലിക പ്രതിഭാസം, അങ്ങനെ ഇല്ലാതാവും. ഞങ്ങളുടെ ഇടയിൽ എത്ര തീവ്രവാദ സംഘടന ഏതെങ്കിലും ഒന്നും ഇപ്പോൾ ഉണ്ടോ? ഇല്ലല്ലോ, ഒക്കെ പോയില്ലേ. അതേപോലെ തന്നെ ഈ തൊഗാഡിയ സ്റ്റൈല് എന്തെല്ലാം സംഘടനകളും ഭൂരിപക്ഷ സമുദായത്തിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ട്. കേരളത്തിൽ അത് വരുന്നില്ലല്ലോ. അതുപോലെ തന്നെയാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലും. അതൊന്നും ഏശാൻ പോകുന്നില്ല. അതൊക്കെ താൽക്കാലിക പ്രതിഭാസങ്ങളാണ്, ഉടനെ ഇല്ലാതാവും. ഓക്കെ, താങ്ക് യു.